കണ്ണുകളടയ്ക്കാം. കരമാറോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങളോട് ചേർത്ത് നമ്മുടെ സഹനങ്ങളെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആ സഹനങ്ങളോട് ചേർത്ത് പരിശുദ്ധ അമ്മ എപ്രകാരം ആ സഹനങ്ങളെ മഹത്വീകരിക്കുവാൻ ദൈവസന്നിധിയിൽ നിന്ന് കൊടുത്തോ, അപ്രകാരം നമുക്ക് നമ്മുടെ സഹനങ്ങളെല്ലാം മഹത്വമാക്കി മാറ്റുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തമ്പുരാന്റെ സന്നിധി നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ വേദനകളും ദുഃഖങ്ങളും ആകുലതകളും എല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. ഗസ്സമൻ തോട്ടം മുതൽ ഗാഗുൽത്താ വരെ അവിടുന്ന് അനുഭവിച്ച വേദനകളും ദുഃഖങ്ങളും ഭാരങ്ങളും എല്ലാം നമ്മുടെ ജീവിതമായിരുന്നു എന്ന് യേശയ്യാ പ്രവചിച്ചു. നമ്മുടെ ദുഃഖങ്ങളെയാണ്, നമ്മുടെ വേദനകളെയാണ് അവിടുന്ന് യഥാർത്ഥത്തിൽ വഹിച്ചതെന്ന്, അവിടെ ചുമന്നതെന്ന് യേശയ്യാ പ്രവചിക്കുകയുണ്ടായി. ആ വേദനകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയുടെ നെറുകയിൽ രക്ഷപ്രദാനം ചെയ്തുകൊണ്ട് യേശു ശിഷ്യന്മാരോട് സിഹിയ നോട്ടിശാലയിൽ അവിടുന്ന് പറയുകയുണ്ടായി, നിങ്ങളിതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കാൽവരി സ്നേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ അർപ്പിച്ച പരിശുദ്ധ ബലിയിലൂടെ ദിവ്യകാരുണ്യ ശുദ്ധാനം ചെയ്ത യേശുനാഥൻ അപ്പത്തിൻ്റെ സാദൃശ്യത്തിൽ രൂപത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുക. ഈ ശരീരമാകുന്ന ആലയത്തെ പുനരുദ്ധരിച്ചുകൊണ്ട് യേശുനാഥൻ ഈ ശരീരമാകുന്ന ആലയത്തിൽ മഹത്വത്തോടെ അവിടുന്ന് പ്രത്യക്ഷനായിരിക്കുക. ആ ഈശോയെ അമ്മ മാതാവിനോട് ചേർന്ന് നമുക്കും ആരാധിച്ചുകൊണ്ട് അമ്മ അനുഭവിച്ച ആ ദൈവിക കൃപ, ആ ദൈവിക സാന്നിധ്യം, ആ ദൈവിക ശക്തി നമുക്ക് ആർജിച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ സർവശക്തിയോടെ ആത്മാവിൽ നിറഞ്ഞ് നമുക്ക് ആരാധിക്കാം. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി സ്തുതിക്കാം. എല്ലാ നിയോഗത്തിൻ്റെ മേലും, എല്ലാ വേദനകളുടെ മേലും, എല്ലാ വിഷമതകളുടെ മേലും, എല്ലാ സങ്കടങ്ങളുടെ മേലും, എല്ലാ തകർച്ചകളുടെ മേലും ദൈവത്തിൻ്റെ മഹത്വപൂർണമായ ഉദ്ധാനത്തിൻ്റെ ദൈവിക ശക്തി വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നിയോഗവും മഹത്വപൂർണമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരം ഉയർത്തി സ്വതന്ത്രമായിട്ട് കണ്ണുകൾ അടച്ച് വിശ്വാസപൂർവ്വം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കരങ്ങളടിച്ച് പാടാം. അമ്മയ്ക്കൊപ്പം ഈശോയെ ആരാധിക്കാം. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. സെഗിയോ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. സെഗിയോ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. സെഗിയോ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ.
ഇസ്രായേലിന് അത്ഭുതകരമായി മോശയിലൂടെ നയിച്ചതുപോൽ ചെങ്കടൽ നടുവിൽ വീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോൽ ഇസ്രായേലിന് അത്ഭുതകരമായി മോശയിലൂടെ നയിച്ചതുപോൽ ചെങ്കടൽ നടുവിൽ വീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോൽ ഈ നിന്ദാസരിൽ വീശും പാവന റൂഹായായി നീ വരണേ. ഈ നിന്ദാസരിൽ വീശും പാവന റൂഹായായി നീ വരണേ. വരണേ പറന്നിറങ്ങണമേ. സെഗിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിഷ്യരിൽ നീ പകർന്നതുപോൽ ആത്മനദിയായൊഴുകണമേ. ആത്മസ്നാനം നൽകണമേ. സെഗിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിഷ്യരിൽ നീ പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. സെഗിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിഷ്യരിൽ നീ പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ആദിമസഭയെ അത്ഭുതകരമായി അഭിഷേകത്തിൽ നയിച്ചതുപോൽ ദർശന പ്രവചന ജ്ഞാനവരത്തിൽ പുതിയ അഭിഷേകം പകരുവാൻ ആദിമസഭയെ അത്ഭുതകരമായി അഭിഷേകത്തിൽ നയിച്ചതുപോൽ ദർശന പ്രവചന ജ്ഞാനവരത്തിൽ പുതിയ അഭിഷേകം പകരുവാൻ ഈ നൂറ്റാണ്ടിനിണങ്ങും ദാനഫലങ്ങളുമായി നീ വരണേ. ഈ നൂറ്റാണ്ടിനിണങ്ങും ദാനഫലങ്ങളുമായി നീ വരണേ. കൃപയായി വരണേ. പറന്നിറങ്ങണമേ. സെഗിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിഷ്യരിൽ നീ പകർന്നതുപോൽ ആത്മനദിയായൊഴുകണമേ. ആത്മസ്നാനം നൽകണമേ. 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 തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. സെഗിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിഷ്യരിൽ നീ പകർന്നതുപോൽ ആത്മനദിയായൊഴുകണമേ. ആത്മസ്നാനം നൽകണമേ. സെഗിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിഷ്യരിൽ നീ പകർന്നതുപോൽ ആത്മനദിയായൊഴുകണമേ. ആത്മസ്നാനം നൽകണമേ. സെഗിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ആത്മനദിയായൊഴുകണമേ. ആത്മസ്നാനം നൽകണമേ.
സെഗിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായൊഴുകണമേ, ആത്മസ്നാനം നൽകണമേ. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. സമൂഹത്തെ അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ. ഈശോയെ കരുണയായിരിക്കണമേ. ഈ സമൂഹത്തിന്റെ മേൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹൃദയത്തോട് ഒരിക്കൽ കൂടി ചേർത്ത് വെക്കാം. നമ്മൾ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് നമുക്ക് ദിവസത്തിൽ അനുദപിക്കാം. കർത്താവിൻ്റെ യേശുവിൽ, ദൈവത്തിൽ നിന്ന്, കർത്താവിൽ നിന്ന്, യേശുവിൽ നിന്ന് അകന്നുപോയ ഓരോ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് ദിവസത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. അറിഞ്ഞോ അറിയാതെ ചെയ്തു പോകുന്ന ഓരോ പാപങ്ങളെയും കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ പാപത്തിൻ്റെ മേൽ അവിടുന്ന് കരുണയായിരിക്കണേ. അവിടുത്തെ ദൈവിക രക്തത്താൽ ഈ പാപമാലിന്യങ്ങളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കണേ. പാപം ചെയ്തതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക്, നമ്മുടെ ജീവനിലേക്ക്, ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ മലിനതകളിൽ നിന്നും, അശുദ്ധിയിൽ നിന്നും വിശുദ്ധീകരിക്കുവാൻ അവിടുത്തെ തിരുശരീരം പിതാവായ ദൈവം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്തു. തൻ്റെ ഏകജാതനെ തന്നെ നൽകുവാൻ തക്കവിധം ദൈവം നമ്മളെ ഓരോരുത്തരെയും അത്രമാത്രം സ്നേഹിച്ചു. നമ്മളെ ഓരോരുത്തരെയും ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല, പ്രത്യുത അവരിലൂടെ ഞാനും നിങ്ങളും രക്ഷ പ്രാപിക്കുവാൻ വേണ്ടിയാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ഈ രക്ഷ ഭൂമിയിൽ ഉണ്ടായിരുന്നിട്ടും, ഈ രക്ഷകൻ നമ്മോടുകൂടെ ആയിരുന്നിട്ടും ഈ രക്ഷകനെ സ്വീകരിക്കാതെ അന്ധകാരത്തിന്റെ പ്രവർത്തികളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ സ്വയമേ ശിക്ഷാവിധിയിലേക്ക് പ്രവേശിക്കപ്പെടുകയും. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഈശോയെ, ഓരോ ദിവസങ്ങളും ചെയ്തു പോകുന്ന ഓരോ ചെറിയ ചെറിയ പാപങ്ങൾ, വലിയ വലിയ പാപങ്ങൾ, മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, ആത്മാവ് കൊണ്ട് കർത്താവെ ചെയ്തു പോയിരിക്കുന്ന എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ അനുദപിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ആ പാപങ്ങളെ ഓർത്ത് നിന്നിൽ നിന്ന് അകന്നുപോയ ഓരോ നിമിഷങ്ങളെ ഓർത്ത് കണ്ണുനീരൊഴുക്കുവാൻ, അനുതാപത്തിന്റെ കണ്ണുനീരൊഴുകിക്കൊണ്ട് ദൈവസന്നിധിയിൽ അങ്ങയുടെ മഹത്വത്തിന്റെ സാന്നിധ്യത്തെ സ്വീകരിക്കുവാൻ, ആ മഹത്വത്തിന്റെ ശരീരത്തിൽ ആയിരിക്കുവാൻ, ആ ശരീരത്തിൽ വസിച്ചുകൊണ്ട് പിതാവിനെ മഹത്വപ്പെടുത്തുവാനുള്ള ഉന്നതമായ ദൈവിക ശക്തി ഞങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. യേശു പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്ന ജീവൻ നൽകുവാനാണ്, കർത്താവിൻ്റെ ജീവൻ നമുക്ക് നൽകുവാനാണ്, അത് സമർത്ഥമായിട്ട് നൽകുവാനാണ് അവിടെ നിന്ന് വന്നിരിക്കുന്നത്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഈശോ, ഏതെല്ലാം സ്ഥലങ്ങളിൽ, ഏതെല്ലാം അവസ്ഥകളിലും, ശരീരത്തിൻ്റെ ഏതെല്ലാം കോശങ്ങളിൽ കർത്താവിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടോ, മലിനതകളിലേക്ക് ശരീരത്തെ വലിച്ചിഴച്ചിട്ടുണ്ടോ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ. ബലഹീനമായ ശരീരം കർത്താവ് എങ്ങേക്ക് അറിയാമല്ലോ, ഞങ്ങളുടെ ശരീരം ബലഹീനമാണ്, മനസ്സ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണെന്ന് അവിടെ നിന്ന് അറിയാമല്ലോ കർത്താവേ. അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ എല്ലാ പാപങ്ങളും നിങ്ങളെ മോചിപ്പിക്കണമേ. ഈ ശരീരത്തെ അവിടുന്ന് വീണ്ടെടുക്കണമേ, പുനരുദ്ധരിക്കണമേ, സൗഖ്യം നൽകി ഈ ശരീരത്തെ അനുഗ്രഹിക്കണേ എന്ന് നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അധരങ്ങളെ വിശുദ്ധീകരിക്കണം, നാവിനെ ശക്തിപ്പെടുത്തണമേ, നന്മ പറയുവാൻ കർത്താവേ ഞങ്ങളുടെ നാവിന് ശക്തി പ്രദാനം ചെയ്യണമേ, നല്ലത് കേൾക്കുവാൻ കാതുകൾക്ക് ശക്തി പ്രദാനം ചെയ്യണമേ എന്നൊക്കെ ദിവസത്തെ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കും. നല്ലത് മാത്രം കാണുവാൻ കണ്ണുകൾക്ക് പ്രകാശം പകർന്നു തരണമേ എന്ന് നമുക്ക് ദിവസത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. നന്മ മാത്രം ഭൂമിയിൽ കണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് കൃപ തരണമേ എന്ന് നമുക്ക് ദിവസത്തിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. നന്മ മാത്രം കാണുവാൻ, നന്മ നിറഞ്ഞവൾ കണ്ടതുപോലെ ലോകരക്ഷകനായ യേശുവിനെ മാത്രം കണ്ടുകൊണ്ട് ആ രക്ഷയുടെ വാതിലിലൂടെ സഞ്ചരിച്ച് പിതാവിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ, ഈ പാപം നിറഞ്ഞ ഈ ശരീരത്തെ മലിനതകളിൽ നിന്ന് മോചിപ്പിക്കുവാൻ ആ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണപാനീയമായി നൽകിക്കൊണ്ട് അവിടെ ഞങ്ങളെ വീണ്ടെടുത്ത തമ്പുരാന്റെ സ്നേഹത്തോട്
കാൽവരിയിലെ ആ മുറിക്കപ്പെട്ട ശരീരത്തോട് ഇന്ന് അൽത്താരയില് വിഭജിതമായ ആ ശരീരത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ മലിനമായ ശരീരത്തെ വിശുദ്ധീകരിക്കുവാൻ അവിടുന്ന് ഞങ്ങളുടെ പാപങ്ങളെ ശരീരത്തിൽ ഏറ്റെടുത്തപ്പോൾ അവിടുന്ന് അനുഭവിച്ച വേദനകളാണ്, അവിടുന്ന് അനുഭവിച്ച ആ ഭാരമാണ്. കർത്താവെ, ആ കുരിശിന്റെ ഭാരം വഹിച്ചുകൊണ്ട് അവിടുന്ന് കാൽവരിയുടെ നിറകിലേക്ക് നടന്നു പോകുമ്പോൾ കർത്താവെ, ശാപത്തിന്റെയും പാപത്തിന്റെയും പൈശാചിന്റെയും എല്ലാ ഭാരത്തെയും വഹിച്ചുകൊണ്ടാണ് അവിടുന്ന് കാൽവരിയുടെ നെറുകയിൽ ശാപത്തിന്റെ അടയാളമായി കുരിശിനെ മഹത്വത്തിന്റെ അടയാളമാക്കി അവിടുന്ന് രൂപാന്തരപ്പെടുത്തിയെങ്കിൽ കർത്താവെ, അവിടുത്തെ ശരീരം ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, അവിടുത്തെ ജീവൻ ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഈ ശാപഗ്രസ്തമായ ശരീരം മഹത്വത്തിന്റെ ശരീരമാക്കി അവിടുന്ന് രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്തിന് മുമ്പിൽ ഇതാ ഞങ്ങളുടെ ശരീരത്തെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ മഹത്വപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. നല്ല ശരീരത്തെ മഹത്വത്തിന്റെ ശരീരമാക്കി മാറ്റിയ തമ്പുരാന്റെ സ്നേഹമാണ് സിഹിയോൻ ഒട്ടുശാലയിൽ സ്ഥാപിതമായ പരിശുദ്ധ കുർബാനയിലൂടെ അവിടെ നമ്മുടെ ശരീരത്തെ വീണ്ടെടുത്തുകൊണ്ട് കാൽവരി സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന അനുദിന ബലിയോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? കരഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഈശോയുടെ വലിയ സ്നേഹം നമുക്ക് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് നിൽക്കാം. ശരീരത്തോടും രക്തത്തോടും ചേർന്ന് നിൽക്കാം. ഗായകൻ പാടിത്തരുന്ന ഈരടികളോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തെ സമർപ്പിച്ചുകൊണ്ട് ധ്യാനിക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാ കഴുകേണമെന്നെ എന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാ കഴുകേണമെന്നെ എന്ന് പൊന്നു കർത്താവേ. ശിരസ് മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ലെന്നറിയണമേ. അമ്പഴും നള്ളീവം ഒരു വാക്കു ചൊല്ലുമെങ്കിൽ സുഖമാകും എൻ്റെയുള്ളം വിശ്വസിപ്പു ഞാൻ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാ കഴുകേണമെന്നെ എന്ന് പൊന്നു കർത്താവേ. ശിരസ് മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ലെന്നറിയണമേ. അമ്പഴും നള്ളീവം ഒരു വാക്കു ചൊല്ലുമെങ്കിൽ സുഖമാകും എൻ്റെയുള്ളം വിശ്വസിപ്പു ഞാൻ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാ കഴുകേണമെന്നെ എന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാ കഴുകേണമെന്നെ എന്ന് പൊന്നു കർത്താവേ. ശാന്തതയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. കണ്ണുനീരോടെ നമുക്ക് ദൈവസന്നിധിയിൽ വ്യാപരിക്കാം. ദൈവവചനത്തിനായിട്ട് നമ്മുടെ കാതുകളെ നമുക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കാം. യെശയ്യായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, യെശയ്യാ പ്രവചനത്തിൽ 62 അധ്യായം 1 മുതൽ തിരുവചനം. സിയോന്റെ ന്യായം പ്രഭാതം പോലെയും ജെറുസലേമിന്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെയും പ്രകാശിക്കുന്നതുവരെ അവളെ പ്രതി ഞാൻ നിഷ്ക്രിയനോ നിശബ്ദനോ ആയിരിക്കുകയില്ല. ജനതകൾ നിന്റെ നീതീകരണവും രാജാക്കന്മാർ നിന്റെ മഹത്വവും ദർശിക്കും. ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ മഹത്വം ദൈവജനം, രാജാക്കന്മാർ പോലും ദർശിക്കുന്ന ഒരു സമയത്തെക്കുറിച്ച് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും, പൂജ്യ രാജാക്കന്മാർ യേശുവിനെ കാണുവാനായിട്ട് കാലിത്തൊഴുത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ യെശയ്യായുടെ അരുളിച്ചെന്ന വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയും, ജനതകൾ നിന്റെ നീതീകരണവും രാജാക്കന്മാർ നിന്റെ മഹത്വവും ദർശിക്കും. കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ
നീ അറിയപ്പെടും. ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. അപ്പോൾ രാജാക്കന്മാർ പോലും ദൈവത്തിൻ്റെ ആ വലിയ ആ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമെന്ന് തിരുവചനത്തിലൂടെ കർത്താവിൻ്റെ വചനത്തിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ഈശോയെ കാണുവാനായിട്ടുള്ള ആ ഒരു വലിയ ആഗ്രഹം, ഈശോ ഒന്ന് കാണുവാൻ. പരിശുദ്ധ കുർബാനയിൽ വിശ്വാസം എന്നുള്ള കുഴപ്പം എന്താ? വിശ്വാസവും ഇല്ല. വിശ്വാസം നഷ്ടപ്പെട്ടു. ഒരു കോവിഡ് കാലഘട്ടം നമ്മളിലൂടെ കടന്നുപോയപ്പം വിശ്വാസത്തിൻ്റെ മേഖലയിൽ വലിയ വീഴ്ച, കുറവ് സംഭവിച്ചിരിക്കുക. നമ്മൾക്കിന്ന് ഉണ്ടാകേണ്ടത് വിശ്വാസം വർദ്ധിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധ്യമാകുമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മ. ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. രാജാക്കന്മാർ പോലും ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്ന ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. രാജാക്കന്മാർ പോലും കാണുകയാണ്. അപ്പൊ കുടിൽ മുതൽ കൊട്ടാരം വരെ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്ന രക്ഷാകര പദ്ധതിയുടെ തുടക്കത്തെക്കുറിച്ച് ഏശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തുന്ന സ്തുതിക്കാമോ? ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയ്യ. പാട്ടിടയന്മാരും പൂജ്യ രാജാക്കന്മാരും പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും ഒക്കെ ആരാധിച്ച യേശുവിനെ നഗ്നനേത്രം കൊണ്ട് കണ്ടുകൊണ്ട് ആരാധിക്കുവാനായിട്ടാണ് ഞാനും നിങ്ങളും കർത്താവിൻ്റെ സ്ഥിരസന്നദ്ധിയിലെ പരിശുദ്ധമായ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നതിനുവേണ്ടിയ യേശുവിനെ ആരാധിക്കാൻ വേണ്ടിയാ. കർത്താവ് അർപ്പിച്ച ആ ബലിയിൽ നമുക്ക് പങ്കുചേരുവാൻ വേണ്ടിയിട്ടാ. ആ രക്ഷാകര പദ്ധതിയിലൂടെ ദൈവം നേടിത്തന്ന നിത്യരക്ഷ അനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളും പരിശുദ്ധമായ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അത് കാണുന്നതുവരെ, അത് അനുഭവിക്കുന്നതുവരെ. അതാണ് വചനം പറയും, സിയോന്റെ ന്യായം പ്രഭാതം പോലെയും ജെറുസലേമിന്റെ രക്ഷ ജ്വലിക്കുന്ന ബന്ധം പോലെ പ്രകാശിക്കുന്നതുവരെ അവളെ പ്രതി ഞാൻ നിഷ്ക്രിയനോ നിശബ്ദനോ ആയിരിക്കുകയില്ല. ദൈവത്തിന്റെ രക്ഷ നമ്മളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നത് വരെ തീഷ്ണതയോടെ ദൈവസന്നിധിയിൽ നമ്മൾ വ്യാപരിക്കുമ്പോൾ ഈ രക്ഷ അനുഭവിക്കുവാൻ നമുക്ക് സാധ്യമാണ്. ഇസ്രായേലിന്, ജെറുസലേമിന് ഈ രക്ഷ അനുഭവിക്കുവാനുള്ള, ആ കർത്താവിൻ്റെ കരുണ അനുഭവിക്കുവാനുള്ള ആ സാഹചര്യം ഉണ്ടാകുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തുന്ന സ്തുതിക്കാമോ? ഹാലേലുയ്യ, ഹാലേലുയ്യ, ഹാലേലുയ്യ. അവിടെ പറയുന്നത് നിഷ്ക്രിയനോ നിശബ്ദനോ ആകുകയില്ല. നമ്മളെ ഓരോ ആഴ്ചകളിലും ഈ ആലയത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നതിനാ നിശബ്ദതയിൽ ആകാനല്ല. നമ്മുടെ ദൈവസന്നിധിയിൽ സ്വരമുയർത്തി ഉച്ചസ്വരത്തിൽ ദൈവമായ കർത്താവിനെ നമ്മൾ ആരാധിക്കുക. നമ്മൾ വചനം കേൾക്കാനുള്ള തീഷ്ണതയോടെ നമ്മൾ ഓടി വരികയാണ്. ആ ദൈവമായ കർത്താവിനെ തിരുവോസ്തിയിൽ വിശ്വാസത്തിൻ്റെ ഉൾക്കണ്ണുകൾ കൊണ്ട് കണ്ട് നമ്മൾ ദൈവമായ കർത്താവിനെ ആരാധിക്കുക. ഇപ്പൊ കുടിൽ മുതൽ കൊട്ടാരം വരെയുള്ള സകല ജനതകളും ദൈവത്തെ ആരാധിക്കുന്ന മണിക്കൂറിനെ കുറിച്ചാണ് ഏശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടും. പ്രവാചകനിലൂടെ മുന്നറിയിപ്പ് കൊടുക്കുക, ഈ രക്ഷ ലോകത്തിലേക്ക് വരുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഉണർന്നിരുന്ന് തീഷ്ണതയോടെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം, അല്ലെ ദൈവത്തിൻ്റെ മഹത്വം, ആ ദൈവത്തിൻ്റെ അഭിവൃദ്ധി നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൈവസന്നിധിയിൽ തീഷ്ണതയോടെ വ്യാപരിക്കുമ്പോൾ, വിശ്വാസത്തോടെ കടന്നു വരുമ്പോൾ, നമ്മൾ കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ, എപ്രകാരം ആരാധിക്കണം എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുക. അവിടെ പറയുന്ന വചനം ഇപ്പോൾ പ്രകാരം ജെറുസലേമിൽ രക്ഷ ജ്വലിക്കുന്ന ബന്ധം പോലെയും പ്രകാശിക്കുന്നത് വരെ അവളെ പ്രതി ഞാൻ നിഷ്ക്രിയനോ നിശബ്ദനോ ആയിരിക്കുകയില്ല. അപ്പൊ നമ്മൾ ദൈവസ്ഥനെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനാ. എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നതുവരെ, ലോകരക്ഷകനായ യേശു ക്രിസ്തു കാലിത്തൊഴുത്തിൽ ജനിക്കുന്നതുവരെ, ആ യേശുവിനെ കാണുന്നതുവരെ ഞാൻ ദൈവമായ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ഇരിക്കുമെന്ന് തിരുവചനത്തിലൂടെ യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും പ്രവാചകന്മാരെ വീണ്ടും വീണ്ടും അയച്ചുകൊണ്ട് ദൈവമായ കർത്താവ് ഇസ്രായേലിനെ വീണ്ടും വീണ്ടും ഈ രക്ഷകനെ ആരാധിക്കുവാൻ, ഈ രക്ഷകന്റെ അധരങ്ങളോട് വരുന്ന വചനം ശ്രവിക്കുവാനും അത് ഗ്രഹിക്കുവാനുമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് തലമുറകളെ ദൈവം അഭിഷേകം ചെയ്തു. കരങ്ങളുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവാചകന്മാർ ആഗ്രഹിച്ചു യേശുവിൻ്റെ അധരങ്ങളിലൂടെ വരുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിക്കുവാൻ, യേശുവിലൂടെ കടന്നു വരുന്ന ആ ദൈവിക രഹസ്യങ്ങളൊന്ന് കാണുവാനും, യേശുവിനെ ഒന്ന് കാണുവാനായിട്ടും, യേശുവിനിലൂടെ കടന്നു വരുന്ന വചനങ്ങളൊന്ന് കേൾക്കുവാനായിട്ട് ദാഹത്തോടെ ആഗ്രഹിച്ച പ്രവാചകന്മാർ കണ്ടതിനേക്കാൾ ഉപരിയായ കാര്യങ്ങൾ ഇന്ന് നമ്മൾക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രവാചകന്മാർക്ക് ഈ രക്ഷകൻ വരുന്നെന്ന് പറയുമ്പോൾ ഈ യെശയ്യായ്ക്കൊക്കെ ആഗ്രഹം രക്ഷകനൊന്ന് കാണുവാനായിട്ട്. പരിശുദ്ധ കുർബാനയിലെ ദിവസാന്നിധ്യം അപ്പോൾ യെശയ്യായ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. യെശയ്യായുടെ അധരത്തിലേക്ക് കുടിൽ കൊണ്ട് ദൂതൻ എടുത്തു കൊടുത്ത് പരിശുദ്ധ കുർബാനയാ. ഇന്ന് അതിൻ്റെ മുന്നാസ്വാദനമാണ് യെശയ്യാ പ്രവാചകൻ അനുഭവിച്ചത്. യെശയ്യാ പറഞ്ഞു, നിന്റെ സന്നദ്ധിയിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചപ്പോൾ ആ സന്നദ്ധിയിൽ നിൽക്കാനായിട്ടുള്ള യോഗ്യതയില്ല. ആ ഇസ്രായേൽ ജനത്തിനെ, ജെറൂസലേമിനെ കർത്താവ് വീണ്ടും വീണ്ടും കർത്താവ് തൻ്റെ വചനം പ്രവാചകന്മാരിലൂടെ അയച്ചുകൊണ്ട് വിശുദ്ധി രക്ഷകനെ കാണുവാനും ഈ രക്ഷകനെ കണ്ടുമുട്ടുവാനും ഈ രക്ഷകനിലൂടെ വരുന്ന ആ നിത്യജീവന്റെ അഭിഷേകം, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുവാനുമായിട്ട് ഒരു തലമുറകളെ ദൈവം അഭിഷേകം ചെയ്തു എന്നാണ് യെശയ്യാ പ്രവാചകനിലൂടെയും ജെറമ്യാ പ്രവാചകനിലൂടെ, എസെക്കിയേൽ പ്രവാചകനിലൂടെ, പ്രവാചക ഗ്രന്ഥങ്ങളിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. തലമുറകളെ വീണ്ടും വീണ്ടും അയക്കുക. ഒരു പ്രവാചകൻ വന്ന് പോയി കഴിയുമ്പോൾ അടുത്ത പ്രവാചകനെ അയക്കുക, വീണ്ടും അടുത്ത പ്രവാചകന്മാരെ അയക്കുക. നിരവധിയായ പ്രവാചകന്മാരിലൂടെ അവർ പറഞ്ഞു വെച്ചത് യേശുവിൻ്റെ വരവിനെക്കുറിച്ച്, രക്ഷകന്റെ വരവിനെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രവാചക ഗ്രന്ഥത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തും. ജോയൽ പ്രവാചകന് കർത്താവ് പറഞ്ഞു, എന്താ സഹീനോട്ടിശാലയിൽ വരാനിരിക്കുന്ന ആ പെന്തക്കോസ്ത് അനുഭവത്തെക്കുറിച്ച് ജോയൽ പ്രവാചകരുടെ കർത്താവ് പറയുക. വരാനിരിക്കുന്ന ക്രിസ്തുവിലൂടെ വരാനിരിക്കുന്ന സകല അനുഗ്രഹങ്ങളെക്കുറിച്ചും അല്ല സ്വർഗീയമായ സാന്നിധ്യത്തെക്കുറിച്ച് പ്രവാചകന്മാരിലൂടെ ദൈവം മുൻകൂട്ടി അറിയിച്ചു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും. നിന്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും. പരിത്യക്തയെന്ന് നീയോ വിജനമെന്ന് നിന്റെ ദേശം ഇനി പറയുകയില്ല. എൻ്റെ സന്തോഷം എന്ന് നീയും വിവാഹിതയെന്ന് നിന്റെ ദേശവും വിളിക്കപ്പെടും. എന്നാൽ കർത്താവ് നിന്നിൽ ആനന്ദം കൊള്ളുന്നു. നിന്റെ ദേശം വിവാഹിതയാകും. യുവാവ് കന്യക എന്ന പോലെ നിന്റെ പരിശുദ്ധനായവൻ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടി എന്ന പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവം നമ്മളിലാണ് സന്തോഷം കണ്ടെത്തുന്നതെന്ന് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മണവാളൻ മണവാട്ടിയെ സ്വീകരിക്കുന്നത് പോലെ ദൈവ സാന്നിധ്യത്തെ നാം സ്വീകരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ദൈവം നമ്മളിലാണ് സന്തോഷം അനുഭവിക്കുന്നത്. നമ്മുടെ സന്തോഷമാണ് ദൈവത്തിൻ്റെ സന്തോഷമെന്ന് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ദുഃഖമല്ല ദൈവത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. നമ്മൾ ദുഃഖിപ്പിക്കുന്നതല്ല, വേദനിപ്പിക്കുന്നതല്ല, നമ്മൾ വേദനയോടെ കടന്നു പോകുന്നതല്ല ദൈവത്തിൻ്റെ സന്തോഷം. ദൈവത്തിൻ്റെ സന്തോഷം നമ്മുടെ സന്തോഷമാണ്. അതിലാണ് ദൈവം സന്തോഷിക്കുന്നത്. നമ്മൾ വിചാരിക്കും ദുഃഖം തരുന്ന ദൈവമാണ്. അല്ല, നമ്മുടെ പ്രവർത്തികളാണ് നമ്മളെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഈശോയ്ക്ക് വേദന ഉണ്ടായപ്പോഴാ? പാപം ഏറ്റെടുത്തപ്പോഴാണ്. ഈശോ ദുഃഖിച്ചപ്പോഴാ? നമ്മുടെ പാപങ്ങളെ സ്വശരീരത്തിലേക്ക് ഏറ്റെടുത്തപ്പോഴാണ് ഈശോ ദുഃഖിച്ചത്. ഏറ്റെടുത്തപ്പോഴാണ് അവൻ കുരിശിൽ കയറിയതെപ്പോഴാ? മനുഷ്യന്റെ പാപങ്ങളെ ഏറ്റെടുത്തപ്പോഴാണ് മിശിഹ കുരിശിൽ തറയ്ക്കപ്പെട്ടത്. അവൻ വിവസ്ത്രനായി കടന്നപ്പോഴാ? മനുഷ്യന്റെ പാപങ്ങള് ദൈവം ഏറ്റെടുത്തപ്പോൾ യേശു വിവസ്ത്രനായി കുരിശിൽ കടന്നു. അപ്പൊ നഗ്നത ഇവിടുന്ന് വരുന്ന പാപത്തിന്റെ പരിണിത ഫലമാണ് നഗ്നത. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പാപത്തിന്റെ പരിണിത ഫലമാണ് വേദന, പാപത്തിന്റെ പരിണിത ഫലമാണ് ദുഃഖം. ഇതൊന്നും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. ദൈവം നമ്മളെ സന്തോഷിപ്പിക്കുന്നു എന്നാണ് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ആ ദൈവത്തിന്റെ സന്തോഷത്തിലേക്കാണ്. പൂജ്യരാജാക്കന്മാർ യേശുവിനെ കാണുമ്പോൾ, ആട്ടിടയന്മാർ ദൈവത്തെ കാണുമ്പോൾ, ശിമയോൻ യേശുവിനെ കരങ്ങളിൽ എടുക്കുമ്പോൾ അവിടെയെല്ലാം വലിയ സന്തോഷവും സമാധാനവും ദൈവം പ്രദാനം ചെയ്യുകയാണ്. ആ സമാധാനത്തിലാണ് അവർ തിരികെ പോകുന്നത്. ഹെരോദേസിന്റെ ഭവനത്തിലേക്ക്, കൊട്ടാരത്തിലേക്ക് തിരിച്ചു ചെല്ലുവാനായിട്ട് രാജാക്കന്മാരോട് ആവശ്യപ്പെടുമ്പോൾ ദൈവിക വചന, ദൈവിക സന്തോഷം അനുഭവിച്ച പൂജ്യരാജാക്കന്മാർ വേറൊരു വഴിയിലൂടെ സ്വദേശത്തേക്ക് കടന്നുപോയി എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. വേറൊരു വഴിയിലൂടെ, വന്ന വഴിയിലൂടെ അല്ല. അവിശ്വാസത്തിന്റെ വഴിയിലൂടെ കടന്നു വരുന്ന ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് പ്രവേശിച്ചാൽ വിശ്വാസത്തിന്റെ വഴിയിലൂടെ അവർ തിരികെ മടങ്ങിപ്പോകുമെന്ന് സുവിശേഷം നമുക്ക് ഉറപ്പ് തരികയാണ്. നമ്മൾ പ്രാർത്ഥിക്കുക, കൂടുതൽ കൂടുതൽ ദൈവത്തെ ഒന്ന് കാണുവാൻ, ആ ദൈവമഹത്വത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ, ആ ദൈവിക ആനന്ദത്തിൽ പ്രവേശിക്കപ്പെടുവാൻ. ഇവിടെ നമ്മൾ പോകുന്ന യാത്ര പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണോ, ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലൂടെയാണോ, അത് എൻ്റെ ആഗ്രഹമാണോ?
ചിലത് നിർബന്ധിച്ച് നമ്മൾ പോവും, ചില രാജ്യങ്ങളിലേക്ക് പോവും, ചില ജോലിയിടങ്ങളിലേക്ക് നമ്മൾ പോകും, നിർബന്ധിച്ച് പോകും. നമ്മുടെ ആഗ്രഹം ഇതിങ്ങനെ പോകണമെന്നുള്ള നമ്മുടെ ആഗ്രഹമാണ്. ദൈവഹിതമാണോ, ദൈവിക പദ്ധതി പ്രകാരമാണോ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് ആത്മശോധന ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ദൈവിക മാർഗങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധ്യമാകുന്നതെന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുക. അപ്പം ദൈവം നമ്മളിലാണ് സന്തോഷിക്കുന്നത്, ദൈവം നമ്മളിലാണ് ആനന്ദിക്കുന്നത്. ഈ ആനന്ദവും സന്തോഷവും ദൈവത്തിന് കൊടുക്കാൻ വരുന്ന എപ്പോഴാ നമ്മുടെ ചില കാര്യങ്ങളിൽ, നമ്മുടെ ശാരീരികവും മാനസികമായ ചില അവസ്ഥകളിലേക്ക് നമ്മൾ കടന്നു പോകും, നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക്, തന്നിഷ്ടങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സന്തോഷം ഇവിടെ ഉണ്ടാകുന്നില്ല. ദൈവിക പദ്ധതിക്കനുസരിച്ച് ഞാനും നിങ്ങളും പോകുമ്പോഴാണ് ദൈവം നമ്മളിൽ ആനന്ദിക്കുന്നത്. കരമേർത്ത് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യുവാവ് കന്യക എന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും. ഉദ്ധാനം ചെയ്ത യേശു എന്നെ വിവാഹം ചെയ്യുന്നു എന്നാണ് യെശയ്യാ പ്രവാചകന്റെ കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും. അവിടെ വചനം ഒരിക്കൽ കൂടി, യുവാവ് കന്യക എന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടി എന്ന പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. മണവാളൻ മണവാട്ടിയിൽ എന്ന പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ ആ മണവാട്ടിക്കുണ്ടാകുന്ന സന്തോഷം, മണവാളിനുണ്ടാകുന്ന സന്തോഷം, അതെവിടുന്ന് കിട്ടുന്നേ? ദൈവത്തിൽ നിന്നുള്ള ആ സന്തോഷം നിന്നിലേക്ക് കടന്നു വരുന്നത് നീ രക്ഷകനും നാഥനുമായിട്ട് നിന്റെ ദൈവത്തെ നീ സ്വന്തമാക്കുമ്പോഴാണ് ഈ സന്തോഷത്തിൽ എനിക്കും നിങ്ങൾക്ക് നിലനിൽക്കാൻ സാധ്യമാകുന്നതെന്ന് യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തും. ദൈവത്തെ നമ്മൾ സ്വന്തമാക്കുമ്പോൾ ഒരു മണവാട്ടി മണവാളനെ സ്നേഹിക്കുന്നത് പോലെ, മണവാളൻ മണവാട്ടിയെ സ്നേഹിക്കുന്നത് പോലെ ദൈവം നമ്മെയും നാം ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സന്തോഷം നമ്മളിൽ വെളിപ്പെടുന്നതെന്ന് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പം ലോകത്തിൻ്റെ വസ്തുക്കളെ സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്തോഷം നമുക്കുണ്ടാകും. അത് നൈമിഷികമാണ്, നൈമിഷികമായ സന്തോഷമാണ്. ചില പദ്ധതികൾ നമ്മൾ വിഭാവനം ചെയ്യും, ആ പദ്ധതി ദൈവത്തിൻ്റെ അല്ല എങ്കിൽ ആ പദ്ധതികളിൽ ദൈവത്തിൻ്റെ പൂർണ്ണത കടന്നു വരത്തില്ല. അത് അതെങ്ങോട്ട് പോയി നാശത്തിലേക്ക് കടന്നു പോകും, ആ തകർച്ചയിലേക്ക് കടന്നു പോകും. അപ്പം ദൈവത്തോട് ആലോചന ചോദിച്ചുള്ള പദ്ധതികൾ, ദൈവത്തോടൊപ്പമുള്ള മണവാളനോടൊപ്പമുള്ള ജീവിതം, മണവാട്ടിയോടൊപ്പമുള്ള ജീവിതം പോലെയാണ് ദൈവത്തോടൊപ്പമുള്ള ജീവിതം. അത് സന്തോഷം പ്രദാനം ചെയ്യുന്നുവെന്ന് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പുതിയ ഇസ്രായേലായ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തുന്നു, സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ജെറുസലേമേ, നിന്റെ മതിലുകളിൽ ഞാൻ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നു. അവർ ഒരിക്കലും രാത്രിയോ പകലോ നിശബ്ദരായിരിക്കുകയില്ല. അവളുടെ ഓർമ്മ കർത്താവിൽ ഉണർത്തുന്നത് വരെ നിങ്ങൾ വിശ്രമിക്കരുത്. ജെറുസലേമിനെ സ്ഥാപിക്കുകയും അവളെ ഭൂമിയിൽ പ്രശസ്താപാത്രമാക്കുകയും ചെയ്യുന്നത് വരെ അവിടുത്തേക്ക് വിശ്രമം നൽകുകയും അരുത്. തൻ്റെ വലതു കൈക്ക് ബലിപുഷ്ടമായ ഭുജം ഉയർത്തി കർത്താവ് സത്യം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ ധാന്യങ്ങൾ നിന്റെ ശത്രുക്കൾ ഭക്ഷണമായി ഞാൻ നൽകുകയില്ല. നമ്മൾ അധ്വാനിച്ചു കൊണ്ടിരുന്നത് ശത്രു എന്ന് പറഞ്ഞാൽ പിശാച് കൊണ്ടുപോവാ. അന്യായമായിട്ട് സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്ന് യെശയ്യാ പ്രവാചകരുടെ കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയും. നമ്മൾ പറയും വസ്തു ഒന്ന് വിറ്റ് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ഒന്ന് വിജയിച്ച് കിട്ടിയാൽ മതി. പക്ഷെ ഇതൊന്നും നമ്മൾ നിലനിൽക്കത്തില്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. അത് നിലനിൽക്കണമെങ്കിൽ കർത്താവിൻ്റെ ആ മണവാളൻ മണവാട്ടിയെ സ്നേഹിക്കുന്നത് പോലെ, മണവാട്ടി മണവാളിനെ സ്നേഹിക്കുന്നത് പോലെ നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ, ദൈവത്തെ സ്നേഹിച്ചാൽ മാത്രമേ ദൈവം നമ്മുടെ വസ്തുവകൾക്ക് കാവലേർപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് കൃപ തരുമെന്ന് യെശയ്യാ പ്രവാചകരുടെ കർത്താവ് അരുളി ചെയ്യുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അധ്വാന ഫലം നിലനിൽക്കുന്നത്. ഇന്നത്തെ പ്രശ്നം ഓടിയാ, ഇന്ന് അധ്വാന ഫലം നമ്മളിൽ തന്നെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അത് അന്യായമായിട്ട് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. സംഭരിക്കുന്നവൻ തന്നെ അത് ഭക്ഷിച്ച് കർത്താവിനെ സ്തുതിക്കും. ഹല്ലേലൂയ,
ഹല്ലേലൂയ. സംഭരിക്കുന്നവൻ തന്നെ അത് ഭക്ഷിച്ച് അവന്റെ ദൈവമായ കർത്താവിനെ അവൻ മഹത്വപ്പെടുത്തുന്ന ഒരു സമയത്തെക്കുറിച്ച് ദൈവമായ കർത്താവ് യെശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്തു. അധ്വാന ഫലം തനിക്ക് തന്നെ അനുഭവിക്കുവാൻ ദൈവമായ കർത്താവ് കൃപ തരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകനിൽ അരുളി ചെയ്യുക. ഒരു മണവാളൻ മണവാട്ടി എന്നതുപോലെ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവമായ കർത്താവ് അധ്വാന ഫലം അനുഭവിക്കുവാനായിട്ട് കൃപ തരും. അപ്പം നമ്മൾ ചോദിക്കും, എങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് ഈശോ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ വചനം പാലിക്കും. കർത്താവ് പറയുക, വിശ്വാസം ഉണ്ടെങ്കിലേ ഉള്ളൂ സ്നേഹം ഉണ്ടാകത്തുള്ളൂ. വിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയോട് സ്നേഹം ഉണ്ടാകത്തില്ല. അപ്പൊ വിശ്വാസത്തിലൂടെയാണ് സ്നേഹം കടന്നു വരുന്നത്. ആ സ്നേഹം എപ്രകാരമായിരിക്കണം? മണവാളൻ മണവാട്ടിയെ സ്നേഹിക്കുന്നത് പോലെ ആയിരിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും, മണവാട്ടി മണവാളിനെ സ്നേഹിക്കുന്നത് പോലെ പരസ്പരം സ്നേഹിച്ചാൽ നിന്റെ അധ്വാന ഫലം നിനക്ക് അനുഭവിക്കുവാൻ സാധ്യമാകുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇന്നത്തെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? ദൈവസ്നേഹത്തിൽ ആഴപ്പെടണമെന്ന് യെശയ്യാ പ്രവാചകന്റെ കർത്താവ് നമ്മളെ ഓർമ്മ. ദൈവവചനത്തിലൂടെ ആക്കി ആഴപ്പെടുമ്പോൾ എങ്ങനെയാണ് ആഴപ്പെടുന്നത്? ദൈവവചനം അനുസരിച്ചുകൊണ്ട്. ദൈവവചനം കേൾക്കാനുള്ള തീഷ്ണത, ആഗ്രഹം. അപ്പം നിങ്ങൾ ഓർത്ത് നോക്കി, ഒരാഴ്ച വന്നില്ലെങ്കിൽ ഒരു 3 ആഴ്ച, 4 ആഴ്ച, 6 ആഴ്ച വരെ പിന്നെ തടസ്സമാണ്. അപ്പം തീഷ്ണത എവിടെയാണ് നഷ്ടപ്പെടുക? ആ തീഷ്ണത നഷ്ടപ്പെടുമ്പോൾ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനുള്ള അവകാശം, അവസരം ആരാ നിഷേധിക്കുന്നത്? ആ തടസ്സം ആരാ? ദൈവമല്ല, സാത്താനിക ശക്തികളാണ്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സംഭരിക്കുവാൻ തന്നെ അത് ഭക്ഷിച്ച് കർത്താവിനെ സ്തുതിക്കും. ശേഖരിക്കുന്നവർ തന്നെ അത് എൻ്റെ വിശുദ്ധാങ്കണത്തിൽ വെച്ച് പാനം ചെയ്യും. ശേഖരിക്കുന്നവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് അത് പാനം ചെയ്യുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മ. ദൈവ സാന്നിധ്യത്തിലായിരിക്കുമെന്ന് കർത്താവിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയും, ദൈവസാന്നിധ്യത്തിലായിരിക്കുവാൻ നമ്മൾ ഈ നോയമ്പിൻ്റെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഈ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പം ഈ രക്ഷകൻ എങ്ങനെയാണ് സ്നേഹിക്കണ്ടേ? മണവാളൻ മണവാട്ടി എന്നതുപോലെ നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളിതല്ല. തൻ്റെ വലതു കൈക്ക് ബലിഷ്ഠമായ ഭുജമുയർത്തി കർത്താവ് സത്യം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ ധാന്യങ്ങൾ നിന്റെ ശത്രുക്കൾക്ക് ഭക്ഷണമായി ഞാൻ നൽകുകയില്ല, നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് വിദേശികൾ കുടിക്കുകയില്ല. സംഭരിക്കുന്നവൻ തന്നെ അത് ഭക്ഷിച്ച് കർത്താവിനെ സ്തുതിക്കും. ശേഖരിക്കുന്നവൻ തന്നെ അത് എൻ്റെ വിശുദ്ധാങ്കണത്തിൽ വെച്ച് പാനം ചെയ്യും. കടന്നു പോകുവിൻ, കവാടങ്ങളിലൂടെ കടന്നു എന്ന് ജനത്തിന് വഴിയൊരുക്കുവിൻ. പണിയുവിൻ, കല്ലുകൾ നീക്കി രാജപാത പണിയുവിൻ. ഒരടയാളം ഉയർത്തുവിൻ, ജനതകൾ അറിയട്ടെ. ഭൂമിയുടെ അതിർത്തികൾ വരെ കർത്താവിനെ പ്രഘോഷിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഒത്തിരി സ്നേഹത്തോടെ വിളിക്കാമോ? തിരുവചനം അനുസരിച്ചുകൊണ്ട് വിളിക്കാമോ? കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ചുകൊണ്ട് വിളിക്കാമോ? ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കൽപ്പനകളും പ്രമാണങ്ങളിൽ നമ്മൾ നിലനിൽക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഇതെല്ലാം ഈ നമ്മൾ നോയമ്പെടുക്കാനായിട്ട് ആരംഭിക്കുമ്പം 25 ദിവസത്തെ കാര്യമുള്ളൂ. ഈ 25 ദിവസത്തിനുള്ളിൽ എത്രമാത്രം പ്രലോഭനങ്ങൾ എനിക്കും നിങ്ങൾക്കുണ്ടാവുമെന്ന് ചിന്തിച്ചു നോക്കി. എത്രമാത്രം പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ. ഒരു ദിവസം ഇതൊന്ന് മാറ്റിക്കളയുവാനായിട്ട് സാത്താൻ വന്നിട്ട് മരുഭൂമിയിൽ വെച്ച് ഈശോയോട് പറയുന്നില്ലേ, ഈ വിശക്കുന്നില്ലേ? ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരികയാണ്. ഈ ആഗ്രഹത്തെ അതിജീവിച്ച മാത്രമേ ദൈവിക കൃപ നമ്മളിൽ ശരീരത്തിൽ നിലനിൽക്കത്തുള്ളൂ, ദൈവിക സാന്നിധ്യം നമ്മളിൽ നിലനിൽക്കത്തുള്ളൂ. ഈശോ പറഞ്ഞെന്താ? മനുഷ്യൻ ഇതുകൊണ്ടൊന്നും അല്ല ജീവിക്കുന്നത്, ഈ ഭൂമിയിലെ ഭക്ഷണപദാർത്ഥം കൊണ്ടല്ല മനുഷ്യൻ ജീവിക്കുന്നത്. മനുഷ്യൻ ജീവിക്കുന്നത് ദൈവത്തിന്റെ വചനം കൊണ്ടത്രേ. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആദ്യത്തെ പ്രലോഭനം എന്താ? ദൈവവചനം ലംഘിക്കുക. ദൈവത്തിന്റെ ആത്മാവ് എങ്ങോട്ട് കൊണ്ടുപോയേ? ഈശോയെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുകയെ. ഇപ്പൊ ഈ 25 ദിവസം നമ്മളെ കൊണ്ടുപോകുന്ന എങ്ങോട്ടാ? മരുഭൂമിയിലേക്ക് കൊണ്ടുപോവാ. ഈ മരുഭൂമിയിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഈ പരീക്ഷണങ്ങളെ അതിജീവിക്കുമ്പോഴാണ് ദൈവത്തിന്റെ കൃപ നമ്മളിൽ വെളിപ്പെടുന്നത്. അപ്പൊ നമ്മൾ പല സാധനങ്ങളും ഉപേക്ഷിച്ച് നോക്കണം. ഇറച്ചി, മീനും, മുട്ടയൊക്കെ ഒന്ന് ഉപേക്ഷിച്ച് കർത്താവിന് ഈ ശരീരത്തിന്റെ പ്രവണത ഇതല്ല. ഈ ശരീരത്തിന്റെ പ്രവണതയെ ആത്മാവിൽ നിഹനിക്കുവാനായിട്ട് സാധ്യമായെങ്കിൽ നീ തീർച്ചയായും നീ
ഭൂമിയിൽ അനുഗ്രഹീതനായിത്തീരും. അതിലൂടെ നിന്റെ അധ്വാന ഫലം നിനക്ക് അനുഭവിക്കുവാൻ സാധിക്കും. നിന്റെ അധ്വാന ഫലം ആരും കൈയടക്കത്തില്ല. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ 25 ദിവസം നമുക്ക് കടന്നു പോകണമെങ്കിൽ എളുപ്പമല്ല. 25 ദിവസവും പ്രലോഭനങ്ങളുണ്ടാവും. നമ്മുടെ ജീവിത യാത്രയിൽ പോകുന്ന സമയങ്ങളിലൊക്കെ എവിടെയൊക്കെ വെച്ച് പ്രലോഭനങ്ങളുണ്ടാവും. ഇതിനെ ഇത് ഒന്ന് ഉപേക്ഷിക്കുവാനുള്ള സാധ്യതകൾ നമുക്ക് തരുന്നവരാ. ഇത് ഉപേക്ഷിച്ച് നിൽക്കുകയാണ് നമ്മളൊരു തീരുമാനമോ, ഞാൻ ഇങ്ങനെ നിൽക്കുമെന്നുള്ള ഒരു തീരുമാനത്തെ അതിനെ അതിജീവിക്കുവാൻ അതിനെ അതിജീവിക്കാനുള്ള കൃപ കിട്ടുന്നത്. ആ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈശോ രക്ഷകനെ ശുശ്രൂഷിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുക. ഈ ആഗ്രഹമാണ് അനുഗ്രഹമായിട്ട് അമ്മയുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ആഗ്രഹമാണ്. ഈ 25 ദിവസം നമ്മൾ ഉപവാസവും പ്രാർത്ഥനയും ഇതിലൂടെ കടന്നു പോയി. രാപകല് അവിടെ കർത്താവിൻ്റെ വചനം നമ്മൾ ശ്രദ്ധിച്ച്, ജെറുസലേമിൻ്റെ രക്ഷ ജ്വലിക്കുന്നവരെ, പന്തം പോലെ പ്രകാശിക്കുന്നവരെ അവിടെ പ്രതി ഞാൻ നിഷ്ക്രിയനോ നിശബ്ദനോ ആയിരിക്കുകയില്ല. അപ്പൊ ദൈവസന്നിധിയിൽ നമ്മൾ പൂർണ്ണതയോടുകൂടി നമ്മുടെ ദൈവമായ കർത്താവിനെ കേട്ടറിഞ്ഞ് തൊട്ടനുഭവിച്ച് നമ്മൾ ശക്തി പ്രാപിക്കേണ്ട 25 ദിനരാത്രങ്ങളെ കുറിച്ചാണ് ഏശയ്യാ പ്രവാചകരുടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്. ഇതിലൂടെ എന്താ വരുന്നത്? നമ്മുടെ കുടുംബത്തിന് രക്ഷ വരുക. കർത്താവിൻ്റെ വചനം പറയുക, തൻ്റെ വലതു കൈക്ക് ബലിഷ്ഠമായ ഭുജമുയർത്തി കർത്താവ് സത്യം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ ധാന്യങ്ങൾ നിന്റെ ശത്രുക്കൾക്ക് ഭക്ഷണമായി നൽകുകയില്ല, നിന്നെ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് വിദേശികൾ കുടിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധ്വാനിച്ച് കൊണ്ടുവരും. അത് ആരെങ്കിലും കൊണ്ടുപോകും. ഒന്നുകിൽ ഹോസ്പിറ്റലുകാർ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വഴിക്ക് എങ്ങനെയൊക്കെ ചെലവിട്ട്, അല്ലെങ്കിൽ മക്കളിലൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വഴിയിലൂടെ ഈ അധ്വാന ഫലം നഷ്ടപ്പെട്ടു പോകും. എന്താ പറഞ്ഞത്? എവിടെയെല്ലാം പോവാം. വിദേശികൾ പോലും വന്ന് ഈ അധ്വാന ഫലം കൊണ്ടുപോകാം. കർത്താവ് പറയുക. അപ്പം നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടേ? 25 ദിവസങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ രക്ഷ നമ്മളിലേക്ക് കടന്നു വരിക. ഇതെല്ലാം അധ്വാന ഫലങ്ങളെല്ലാം അനുഭവിക്കുവാനായിട്ടും ഈ ലോകത്തിലെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ദൈവത്തോടൊപ്പം ജീവിക്കുവാനുള്ള ഒരു ആത്മീയ അഭിഷേകമാണ് പുത്രനായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം, ആ സ്വർഗീയമായ ഇടമാണ് ഈ ഭൂമിയിൽ ദൈവം സജ്ജമാക്കിയിരിക്കുന്നത്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ യേശു ജനിച്ചവിടെ കാലിത്തൊഴുത്തിലാണ്. ആ കാലിത്തൊഴുത്തിലേക്ക് ആരെല്ലാം വന്നു? നല്ലൊരു സ്ഥലത്തല്ല യേശു ജനിക്കുന്നത്. യേശു ജനിച്ചത് മോശമായൊരു സ്ഥലത്താണ്. പല സത്രങ്ങളിലും ചെന്ന് മുട്ടുന്നുണ്ട്. ആ സത്രങ്ങളുടെ കവാടങ്ങളൊന്നും തുറക്കുന്നില്ല. അവസാനം തുറന്നു കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്, അതാണ് കാലിത്തൊഴുത്ത്. ആ കാലിത്തൊഴുത്തിലേക്ക് ഈശോ കടന്നു ചെന്നപ്പോ അവിടേക്ക് ആരെല്ലാം വന്നു? കുടില് തൊട്ട് കൊട്ടാരം വരെയുള്ള സകല ആൾക്കാരും യേശുവിനെ ആരാധിക്കുവാൻ ആ സ്ഥലത്തേക്ക് കടന്നു വന്നതിന്റെ കാരണം എന്താ? സ്വർഗം ആ സ്ഥലത്തേക്ക് ഇറങ്ങി വന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശമായി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വരുമ്പോൾ ആ വ്യക്തിയെ ശ്രവിക്കുവാനും ആ വ്യക്തിയെ കേൾക്കുവാനും ആ വ്യക്തിയെ അനുസരിക്കുവാനും ആര് തയ്യാറാകും? കുടിൽ തൊട്ട് കൊട്ടാരം വരെയുള്ള സകല ജനതകളും തയ്യാറാകുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഞാനാകുന്ന ഈ കാലിത്തൊഴുത്തിലേക്ക്, എൻ്റെ ശരീരമാകുന്ന ഈ മല്ലത നിറഞ്ഞ, ഈ അശുദ്ധി നിറഞ്ഞ ഈ കാലിത്തൊഴുത്തിലേക്ക് ഈശോ ഇറങ്ങി വന്ന് ഈ കാലിത്തൊഴുത്തിൽ വസിക്കുവാൻ വേണ്ടിയാണ് ഞാനും നിങ്ങളും 25 ദിവസം ഈ ശരീരത്തിന്റെ പ്രവണതയെ ആത്മാവിൽ നിഹനിച്ചുകൊണ്ട് 25 ദിനരാത്രങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവിക സാന്നിധ്യം നമ്മുടെ ശരീരത്തിൽ വെളിപ്പെട്ടിരിക്കുമെന്ന് ഏശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസാന്നിധ്യം വരുമ്പോൾ ജീവിത പങ്കാളി നമ്മൾ പറയുന്നത് കേൾക്കും. ഇപ്പൊ പറയുന്ന കേൾക്കത്തില്ല. വചനം പറയും സകല ജനതകളും കേൾക്കും. അപ്പൊ എന്ത് സംഭവിക്കണം? യേശു എന്നിലേക്ക് കടന്നു വരണം. ഉണ്ണിയായ യേശു, വചനമാകുന്ന ദൈവം എന്നിലേക്ക് വന്ന് എന്നിൽ വാസം ഉറപ്പിക്കുന്നത്, എൻ്റെ ദൈവം എന്നിൽ വന്ന് വാസം ഉറപ്പിക്കുന്ന ആ സമയം എന്നെ കേൾക്കുവാനായിട്ട്, എന്നെ അറിയുവാനായിട്ട്, എന്നെ അനുഭവിക്കുവാനായിട്ട് എൻ്റെ കുടുംബത്തിലുള്ളവര്, ദേശത്തുള്ളവര് കടന്നു വരുമെന്ന് തിരുവചനം നമുക്ക് ഉറപ്പ് തരുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? ഭൂമിയുടെ അതിർത്തികൾ വരെ കർത്താവ് പ്രഘോഷിക്കുന്നു. സിയോൻ പുത്രിമാരോട് പറയുക, ഇതാ എൻ്റെ രക്ഷ വരുന്നു. ആരെക്കുറിച്ച് പറയുന്നേ? യേശുവിനെ കുറിച്ച് യേശയ്യാ പ്രവാചകൻ പറയുന്നു, ദൈവത്തിന്റെ രക്ഷ ഇതാ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിലേക്ക്, ലോകത്തിലേക്ക് കടന്നു വരുന്നു എന്ന് പ്രവാചകനായ യേശയ്യായിലൂടെ ദൈവം മുൻകൂട്ടി പ്രവചിച്ചു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭൂമിയുടെ അതിർത്തികൾ വരെ കർത്താവിനെ പ്രഘോഷിക്കുന്നു. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രക്ഷ വരുന്നു. ഇതാ അവിടുത്തെ പ്രതിഫലം, അവിടുത്തോടുകൂടെ സമ്മാനവും അവിടുത്തെ മുമ്പിലും. കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട വിശുദ്ധ ജനമെന്ന് അവർ വിളിക്കപ്പെടും. അന്വേഷിക്കപ്പെടുന്നവൾ പരിത്യക്ത നഗരം എന്ന് വിളിക്കപ്പെടും. അപരിത്യക്ത നഗരമെന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അപ്പോൾ നമ്മളിലേക്ക് വരുന്നത് രക്ഷയാണെന്ന് കർത്താവിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയും, ഞാൻ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ, ഞാൻ ഈ രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ ഈ രോഗാവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ എൻ്റെ ദൈവം ഈ മലിനമായ ശരീരത്തിലേക്ക് കടന്നു വന്ന്, ഈ സ്വർഗം കടന്നു വന്ന് ഈ ശരീരം മഹത്വത്തിൻ്റെ ശരീരമായിട്ട് അവിടുന്ന് രൂപാന്തരപ്പെടുത്തുന്നു. ദൈവം വരിക, ശരീരത്തിലേക്ക് ദൈവം വരുന്ന സമയമാണ്. ഓരോ ദിവസങ്ങളും ദൈവസാന്നിധ്യം കൂടി വരുവാനായിട്ട്, കുറഞ്ഞു പോകാനായിട്ടല്ല. ചിലർ ഇപ്പോൾ പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല, കാരണം ദൈവസാന്നിധ്യം കുറഞ്ഞു പോവുക. ബലി അർപ്പിക്കാൻ ദേവാലയത്തേക്ക് പോകാൻ പറ്റുന്നില്ല, സാധ്യതയില്ല. പക്ഷെ മനസ്സ് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ശരീരം സമ്മതിക്കുന്നില്ല, കാരണം അഭിഷേകം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ തീക്ഷ്ണതയോടെ ഓരോ നോയമ്പ് കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഓരോ തിരുനാളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ട നമ്മൾ ഓരോരുത്തരും എപ്രകാരമായിരിക്കണം? പരിശുദ്ധ അമ്മയെ പോലെ ആയിത്തീരുവാനായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ രക്ഷ നമ്മളിലേക്ക് വന്ന് നമ്മളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിലയുറപ്പിക്കുമെന്ന് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തി. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ. ശക്തി വ്യാപരിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ കരുണ തൻ്റെ ജനത്തിൻ്റെ മേൽ ആവസിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ മഹത്വം എല്ലാവരുടെ മേലും ആവസിക്കപ്പെടട്ടെ. സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. ആരെയാ? കർത്താവ് ഒരു മണവാളനെ കൊടുക്കുകയാ ശരീരത്തിലേക്ക്. ഒരു മണവാട്ടി അനുഭവിക്കേണ്ട സ്നേഹം ആരുടെ സ്നേഹം? മണവാളന്റെ സ്നേഹമാ. ദൈവം വിവാഹത്തിന് 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിലൂടെ ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന് അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ദൈവസാന്നിധ്യത്തിന് വേണ്ടി, അല്ലാതെ ജീവിത പങ്കാളി ഭാര്യയുടെ സ്നേഹം കിട്ടാനും ഭർത്താവിൻ്റെ സ്നേഹം മക്കളുടെ സ്നേഹമൊന്നും അല്ല. അമ്മായിമ്മ സ്നേഹിക്കുന്നില്ല. ഞാൻ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അമ്മായിമ്മ എന്നെ സ്നേഹിക്കുന്നില്ല, അമ്മായിമ്മ എന്നെ കരുതുന്നില്ല. ആരാ കരുതണ്ടേ? ഞാൻ ചോദിച്ചു, മോളെ ആരാ കരുതണ്ടേ? ദൈവമാണ് നിന്നെ കരുതേണ്ടത്. ആരാണ് നിന്നെ സ്നേഹിക്കേണ്ടത്? ദൈവമാണ് നിന്നെ സ്നേഹിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ച് കരഞ്ഞുകൊണ്ട് വന്നിരിക്കുക. കാരണം അമ്മായിമ്മയുടെ സ്നേഹം കിട്ടുന്നില്ല, അമ്മായിമ്മ കരുതുന്നില്ല. ഇതൊന്നും അമ്മായിമ്മയ്ക്കില്ല, അമ്മായിമ്മയ്ക്ക് ഒരു കരുതലും കിട്ടിയിട്ടില്ല. അമ്മായിമ്മയ്ക്ക് അമ്മായിമ്മയിൽ നിന്ന് ഒരു സ്നേഹവും കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെ കൊടുക്കുന്നേ? കൊടുക്കാനില്ല. ആ സ്നേഹത്തെ പ്രതീക്ഷിച്ചാൽ ഒരിക്കലും കിട്ടത്തില്ല. ദൈവത്തെ സ്നേഹിക്കുവാൻ മണവാളൻ മണവാട്ടിയെ സ്നേഹിക്കുന്നത് പോലെ മണവാട്ടി മണവാളനെ സ്നേഹിച്ചാൽ മണവാളനെ നിന്ന് സ്നേഹം കിട്ടും. ആരാ? മണവാളൻ യേശുവാണ്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ദൈവത്തെ സ്നേഹിച്ചാൽ നീ ആഗ്രഹിക്കുന്ന സ്നേഹം നിന്റെ
അമ്മായിയമ്മയിൽ നിന്ന്, അല്ലെങ്കിൽ ജീവിത പങ്കാളിയിൽ നിന്ന്, അമ്മയിൽ നിന്ന്, അപ്പനിൽ നിന്ന് നിനക്ക് ലഭിക്കും. ആരെ സ്നേഹിച്ചാലാ? ദൈവത്തെ സ്നേഹിച്ചാൽ. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവരോടുകൂടെ ഉണ്ടായിരിക്കത്തില്ല എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും. മക്കളെ സ്നേഹിക്കും മാതാപിതാക്കൾ ചില മക്കളെ കൂടുതൽ സ്നേഹിക്കും. അപ്പം എന്ത് സംഭവിക്കും? പിതാവിൻ്റെ സ്നേഹം അവരോടുകൂടെ ഉണ്ടായിരിക്കത്തില്ല. അവർക്ക് അനുഭവിക്കാൻ പറ്റില്ല. മകനെയോ മകളെയോ അനുഭവിക്കുവാൻ അവർക്ക് സാധ്യമാകത്തില്ല. ആരെ സ്നേഹിക്കണം? ദൈവത്തെ സ്നേഹിക്കുവാൻ. മറിയ ആരെ സ്നേഹിച്ചേ? ദൈവത്തെ സ്നേഹിച്ചു. ദൈവത്തെ സ്നേഹിച്ചപ്പോൾ ദൈവിക കൃപ പരിശുദ്ധ അമ്മയിലേക്ക് കടന്നു വന്നപ്പോൾ യൗസേപ്പ് പിതാവ് എന്ത് ചെയ്തു? മറിയത്തെ ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടി സ്നേഹിച്ചു എന്ന് സുവിശേഷം നമുക്ക് ഉറപ്പു തരുന്നു. ഉപേക്ഷിച്ചേക്കാമെന്ന് വിചാരിച്ച നീതിമാനായ ഔസേപ്പിന്റെ ജീവിതത്തെ തകിടം മറിച്ചത് ദൈവിക കൃപയാണ്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? പരിശുദ്ധി അമ്മ വിളിച്ച പോലെ വിളിക്കാമോ? അപ്പൊ സ്നേഹിക്കേണ്ട ആരെയാ? ദൈവത്തെ സ്നേഹിക്കുവാൻ. ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുന്നേ? ദൈവവചനം അനുസരിച്ചുകൊണ്ട്. എന്താ പറയുക? നിങ്ങൾ എന്നെ എങ്ങനെ സ്നേഹിക്കുന്നേ? സ്നേഹിക്കേണ്ടത് ഈശോ പറയാം, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ വചനം അനുസരിച്ചുകൊണ്ട്, കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കേണ്ടത്. അങ്ങനെ സ്നേഹിച്ചാൽ പരിശുദ്ധ അമ്മ എങ്ങനെ സ്നേഹിച്ചേ? അമ്മ പ്രമാണങ്ങളും വചനങ്ങളും കൽപ്പനകളും ദൈവഹിതം അനുസരിച്ച് ജീവിക്കുവാൻ അമ്മ തയ്യാറായപ്പോ, അമ്മ ജീവിതത്തെ വിട്ടുകൊടുത്തപ്പോ അമ്മയിലേക്ക് വന്നു നിറഞ്ഞത് കൃപയാണ്. അപ്പൊ നമ്മളിൽ ഓരോരുത്തരും നിറയപ്പെടേണ്ടത് ദൈവത്തിന്റെ കൃപയാണ്. അതിനുവേണ്ടി ദാഹിക്കേണ്ടത് ദൈവിക കൃപ നിറയപ്പെടുവാൻ വേണ്ടി ദാഹിച്ചാൽ പരിശുദ്ധ അമ്മയെ യൗസേപ്പ് പിതാവ് സംരക്ഷിച്ചതുപോലെ, സ്വർഗം സംരക്ഷിച്ചതുപോലെ, സ്വർഗത്തിന്റെ സംരക്ഷണം പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചതുപോലെ കരുതലും സ്നേഹവും ഒക്കെ നമ്മുടെ ജീവിത പങ്കാളിലൂടെ, മക്കളിലൂടെ നമുക്ക് ലഭിക്കപ്പെടണമെങ്കിൽ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടുകൂടി നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്നേഹിക്കണം. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? നമുക്ക് ദൈവസ്ഥാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് വിട്ടുകൊടുക്കാം, നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുക്കാം. നമുക്ക് ആവശ്യം എന്താ? ദൈവസ്നേഹമാണ്. കണ്ണുകൾ അടച്ചൊന്ന് ആഗ്രഹിച്ച് ഈശോ എത്രമാത്രം സ്നേഹിക്കാൻ പറ്റുന്നു. മണവാളൻ മണവാട്ടിയെ സ്നേഹിക്കുന്നത് പോലെ, മണവാട്ടി മണവാളനെ സ്നേഹിക്കുന്നത് പോലെ, അവർ പരസ്പരം സ്നേഹിക്കുന്നത് പോലെ, ആദ്യത്തെ ദിവസമുള്ള സ്നേഹം, ആ സ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കുവാനായിട്ടാണ് ഈശോ പറഞ്ഞത്. എങ്ങനെ സ്നേഹിക്കുന്നത്? മണവാളൻ മണവാട്ടി എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? മണവാട്ടി മണവാളിനെ എങ്ങനെ സ്നേഹിക്കുന്നത്? അപ്രകാരം നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുവാൻ തിരുവചന പ്രവാചകനായ യേശയ്യായിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്രകാരമുള്ളൊരു സ്നേഹത്തിന് വേണ്ടി നമ്മൾ ദാഹിച്ച് യേശു അങ്ങനെ സ്നേഹിക്കുക. യേശു പറയുക, സ്വർഗം പറയുക, അങ്ങനെ സ്നേഹിച്ചാൽ നിന്റെ അധ്വാന ഫലം നിനക്ക് അനുഭവിക്കുവാൻ ദൈവമായ കർത്താവ് ഈ ഭൂമിയിൽ സ്വാതന്ത്ര്യം കർത്താവ് നിനക്ക് നൽകുമെന്ന് കർത്താവിൻ്റെ വചനം നിനക്ക് ഉറപ്പ് തരും. നീ എന്തെല്ലാം അധ്വാനിച്ചിട്ടുണ്ടോ ആ അധ്വാന ഫലങ്ങളെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുമെന്ന് കർത്താവിൻ്റെ വചനം നമുക്ക് ഉറപ്പ് തരിക. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി അധ്വാന ഫലം അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് ഹൃദയത്തിൽ കാണുന്നവർ, വിശ്വസിക്കുന്നവർ, അങ്ങനെയുള്ളവർ ദൈവസ്ഥാനത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ആ ഒരു മേഖലയെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുവാൻ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുന്ന കരങ്ങൾ ഉയർത്തി എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട്, ഈ ഭൗമികമായ ജീവിതത്തെ മുഴുവൻ വിട്ടുകൊടുത്തുകൊണ്ട്, സ്വർഗീയമായ ഒരു ജീവിതത്തെ ആഗ്രഹിച്ചുകൊണ്ട്, കർത്താവിൻ്റെ സാന്നിധ്യത്തെ ആഗ്രഹിച്ചുകൊണ്ട്, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ ആഗ്രഹിച്ചുകൊണ്ട്, ആ യേശുവിനോടൊപ്പമുള്ള ജീവിതത്തെ ആഗ്രഹിച്ചുകൊണ്ട്, പരിശുദ്ധ കുർബാനയിലുള്ള ജീവിതത്തെ ആഗ്രഹിച്ചുകൊണ്ട്, അപ്പത്തോട് ചേർന്നുള്ള ജീവിതത്തെ ആഗ്രഹിച്ചുകൊണ്ട്, വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദീപികാരുടെ നാഥനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടുകൂടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്നേഹത്തോടെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്വരമുയർത്തി സ്തുതിച്ച് ഈശോയെ എന്ന് വിളിച്ച്, ഹൃദയത്തിൽ നിന്ന് വിളിച്ച്, ഈശോയെ നിന്ന് വിളിച്ച്, ചങ്കു തുറന്നൊന്ന് വിളിച്ച്, ഈശോയെ നിന്ന് ഹൃദയം കൊണ്ട് വിളിച്ച് അങ്ങനെ സ്നേഹിക്കാൻ ഈശോ പറയുക. ദൈവം പറയും, മക്കളെ, മണവാളൻ മണവാട്ടിയെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്നേഹിക്കുവാൻ കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ചട്ടായിയിൽ
എന്ന് ആദ്യ രാത്രി വിളിക്കുന്നത് പോലെ നീ യേശുവേ എന്ന് ചങ്കു തുറന്ന് ഒന്ന് വിളിക്കുമ്പോ നിന്റെ ദൈവമായ കർത്താവ് സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് അപ്പത്തിന്റെ രൂപത്തില് നിന്റെ ഹൃദയത്തിലായിരുന്നു കൊണ്ട് നിന്റെ ഹൃദയത്തിലെ ഓരോ തുടിപ്പുകളെയും നിന്റെ ഹൃദയത്തിന്റെ വേദനകളെ ഒപ്പിയെടുത്തുകൊണ്ട് മഹത്വത്തിന്റെ സാന്നിധ്യത്താൽ സ്നേഹത്തിന്റെ അഭിഷേകത്താൽ നിന്നെ നിറയ്ക്കുന്ന തമ്പുരാന്റെ സ്നേഹമാണ്, ദൈവത്തിന്റെ കരുണയാണ് ഓരോ അപ്പത്വത്തിലൂടെയും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവിടുത്തെ സ്വർഗീയമായ സാന്നിധ്യത്താൽ നിന്നെ അഭിഷേകം ചെയ്യുന്നത്. കരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്നായിട്ട് സ്തുതിച്ചു, ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്നായിട്ട് സ്നേഹത്തോടെ സ്തുതിച്ചു. അഭിഷേകത്തോടെ പ്രാർത്ഥിച്ച് പുരുഷന്മാർ നന്നായിട്ട് പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. സ്വരം ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരന്മാര് സ്നേഹത്തോടെ സ്തുതിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച്. സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് കർത്താവിന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് വീണ്ടും നൽകിക്കൊണ്ട് കർത്താവിന്റെ സ്നേഹത്തിൽ കുടുംബത്തെ നിലനിർത്തുന്നതായിട്ട് ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. വിശ്വാസത്തോട് സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നിരവധിയായ പ്രശ്നങ്ങൾ, നിരവധിയായ പ്രതിസന്ധികളുടെ മധ്യത്തിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. കരമുയർത്തി വിശ്വാസത്തോട് സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സ്വരമുയർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അഭിഷേകം നിറയുന്ന, അഭിഷേകം നിറയുന്ന, അഭിഷേകം നിറയുന്ന. പോരാ, പോരാ, പോരാ. നന്നായിട്ട് സ്തുതിച്ചു. ഒരു 10-50 പേര് കേൾക്കുന്ന ശബ്ദത്തിൽ നന്നായിട്ട് സ്തുതിച്ച് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ സർവശക്തിയോടെ സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ സാമ്പത്തിക മേഖലയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കാഴ്ച സമർപ്പണത്തിന് സമയമാണ്. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അധ്വാന ഫലം, നമ്മളെ ഫലം ചൂടുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അത് നിലനിൽക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുക എന്ന് കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. വിശ്വാസത്തോടെ നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു ഭാഗം ഞങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നിൻ്റെ തിരുസന്നിധി സമർപ്പിക്കുമ്പോൾ ഈ അധ്വാന ഫലത്തിലൂടെ ഞങ്ങൾ അധ്വാനിക്കുന്ന അധ്വാനം അവിടെ നിലനിൽക്കുവാനും അത് ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് സംതൃപ്തിയോടെ അത് ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനുമുള്ള വലിയ ആത്മീയ അഭിഷേകം ഞങ്ങൾക്ക് തരണേ. നമുക്ക് ദിവസത്തിൻ്റെ ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ആ അധ്വാന ഫലത്തെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കണ്ണുകളടച്ച് നമ്മുടെ സാമ്പത്തിക മേഖല മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് ആ മേഖലയിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരുവാനും അത് മഹത്വപൂർണ്ണമാകുവാനും ശത്രു എന്ന് പറഞ്ഞാൽ തിന്മയുടെ സ്വാധീനങ്ങൾ, അന്ധകാരത്തിൻ്റെ ശക്തികൾ, രോഗത്തിൻ്റെ പീഡകൾ, തകർച്ചകൾ, കടബാധ്യതകൾ, ദാരിദ്ര്യം, പട്ടിണി, ഇതെല്ലാം നമ്മുടെ ജീവിത തകർച്ചകൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഏതെല്ലാം മേഖലയിൽ നിന്നാണോ നമ്മൾ അധ്വാനിക്കുന്നത് അധ്വാന ഫലം നമ്മളെ നിലനിൽക്കുവാനും അത് സമൃദ്ധമാകുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അത് നമുക്ക് ഭക്ഷിക്കുവാനും അത് പാനം ചെയ്യുവാനുള്ള വലിയ ദൈവിക കൃപയാണ് ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും ആ നിത്യജീവന്റെ അഭിഷേകം ഈ സമസ്ത മേഖലയിലും വ്യാപരിക്കപ്പെടുവാനുള്ള ദൈവിക കൃപയാണ് ദൈവമായ കർത്താവ് തൻ്റെ ജനത്തിന് കാൽവരി സ്നേഹത്തിലൂടെ പ്രദാനം ചെയ്തിരിക്കുന്നത്. സഹിയ റൊട്ടുശാലയിൽ സ്ഥാപിതമായ പരിശുദ്ധ കുർബാനയിലൂടെ ഈ സ്നേഹമാണ് അവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. അധ്വാന ഫലം ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനുള്ള ആ ഉന്നതമായ അഭിഷേകത്തിന്റെ കൃപയാൽ സമൂഹം വ്യാപരിക്കപ്പെടുന്നു. അഭിഷേകത്തിന്റെ ശക്തിയാൽ മുദ്രിതമാകുന്നു. കരമുയർത്തി വിശ്വാസത്തോടെ സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ശക്തി വ്യാപരിക്കപ്പെടട്ടെ. സ്വരമുയർത്തി പ്രാർത്ഥിക്കുന്നു. സ്വരമുയർത്തി സ്തുതിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? സംഭരിക്കുന്നവൻ തന്നെ അത് ഭക്ഷിച്ച് കർത്താവിനെ സ്തുതിക്കും. ശേഖരിക്കുന്നവൻ തന്നെ അത് എൻ്റെ വിശുദ്ധാങ്കണത്തിൽ വെച്ച്
പാനം ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ, വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയേ, അഭിഷേകത്തോടെ വിളിക്കാമോ? ഈശോയേ. നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ വചനത്തിന്റെ സാന്നിധ്യവും ശക്തിയും നമ്മളിൽ വെളിപ്പെട്ടു എന്നുള്ള വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ നമുക്ക് സർവശക്തിയോടു കൂടി ആരാധിക്കാം. അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ പെരും നദിയേ. അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ പെരും നദിയേ. അനുദിനം നിൻ പദം ഗതിയേ, അടിയാനു നിൻ കൃപമതിയേ. അനുദിനം നിൻ പദം ഗതിയേ, അടിയാനു നിൻ കൃപമതിയേ. അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ പെരും നദിയേ. അനുദിനം നിൻ പദം ഗതിയേ, അടിയാനു നിൻ കൃപമതിയേ. വിനകൾ വന്നിടുകിൽ വലയുകയിൽ ഹൃദയം. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ ഹൃദയം. വല്ലഭൻ നീ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം. വല്ലഭൻ നീ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം. ഈശോയെ നമുക്ക് ആരാധിക്കാം. ദിവികാനനാഥൻ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. സ്വർഗീയ രാജാവ്. ഈ രാജാവിനെ നമുക്ക് രാജ്യത്വം നൽകുവാൻ, സ്വർഗീയമായ ആ രാജ്യത്വം നമുക്ക് നൽകുവാനായിട്ട് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളിൽ ഓരോരുത്തരിലും വസിച്ചുകൊണ്ട് ആ സ്വർഗീയമായ രാജ്യം നമുക്ക് പ്രദാനം ചെയ്യുന്ന തമ്പുരാൻ്റെ അനന്തമായ സ്നേഹത്തിന് മുമ്പിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുക. ഈ സ്നേഹം തന്നെയായ ദൈവത്തെ കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, സ്വരം ഉയർത്തി വിശ്വാസത്തോടെ സ്തുതിക്കുന്നു, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 ശിരസ് നമിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ശിരസ് നമിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു. ചേർന്ന് പാടാമോ? മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം യൂദയായിൽ കതിരുവീശ
വീശിയ പരമദീപം ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം യൂദയായി കതിരുവീശിയ പരമദീപം ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യഭോജം മണ്ണിടത്തിനു ജീവനേകിയ സ്വർഗഭോജം എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ കടലിൻ്റെ മീതെ നടന്നു പോയവൻ കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ കടലിൻ്റെ മീതെ നടന്നു പോയവൻ ഹൃദയടഞ്ഞ മാനവർക്കു ജീവനേകി സ്വയം മനമിടിഞ്ഞ രോഗികൾക്കു സൗഖ്യമേകി എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു സ്വയം മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു. ഈശോ കടന്നു വരികയാണ്. ഓരോ ജീവിതങ്ങളിലേക്ക് ഈശോ കടന്നു വരികയാണ്. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 70 മുതലുള്ള തിരുവചനം. ആദ്യം മുതൽ തൻ്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരോട് അവരുടെ അധരങ്ങളിലൂടെ അവിടുന്ന് അരുളിച്ചെയ്തതുപോലെ പ്രവാചകന്മാരിലൂടെ അവരുടെ അധരങ്ങളിലൂടെ സ്വർഗീയ പിതാവ് പുത്രൻ്റെ വരവിനെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു എന്ന് ലൂക്കാസ് സുവിശേഷത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനും നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവൃത്തിയാകുവാനും നമ്മുടെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കുവാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകുവാനുമായിട്ടാണ് ഇത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ദൈവസന്നിധിയിൽ ആത്മാവിൽ നിറഞ്ഞ പരിശുദ്ധിയിൽ ദൈവത്തെ ശുശ്രൂഷിക്കുവാനായിട്ടാണ് ഈ കാരുണ്യം നമ്മളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഗാന ശുശ്രൂഷകൻ മാത്രമല്ല പാടേണ്ടത്, ഈ സമൂഹം മുഴുവൻ ശുശ്രൂഷയിൽ ആയിരിക്കുവാൻ സ്വർഗം നമ്മളോട് തിരുവചനങ്ങളിലൂടെ ആവശ്യപ്പെടുകയാണ്. കരങ്ങളടിച്ച് പാടാൻ പറയുമ്പോൾ
നന്നായിട്ട് കരമടിച്ച് നാളെ നടക്കൂ എന്ന് നമുക്കറിയത്തില്ല. നാളെ നമ്മൾ എവിടെയാണെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഉറ്റ സുഹൃത്തിനെ കാണാനായിട്ട് വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, വയറ്റിൽ നിന്ന് ഇങ്ങനെ പോകണമെന്നുള്ള ഒരു തോന്നലാന്ന് പറഞ്ഞു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയറ്റിൽ നിന്ന് പോവുകയും ചെയ്യും. അതിനുശേഷം ഈ സഹോദരനെ പിന്നീട് കാണുന്നത് വെന്റിലേറ്ററിലാണ്. നമുക്ക് എത്ര ദിവസം ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കരങ്ങളടിച്ച് സർവശക്തിയോടുകൂടി ആരാധിക്കുവാൻ സാധ്യമാകുമെന്ന് നമുക്കൊരിക്കലും അറിയില്ല. എത്ര ദിവസമുണ്ട്. എൻ്റെ കൂട്ടുകാരനൊരു ശുശ്രൂഷകനായിരുന്നു, ഒരു ഗാന ശുശ്രൂഷകനായിരുന്നു. എല്ലാ ഞായറാഴ്ചകളും ഒരു പള്ളിയിൽ ഗാന ശുശ്രൂഷ ലീഡ് ചെയ്തിട്ടുണ്ടിരുന്നത് ഈ സഹോദരനായിരുന്നു. എത്ര ദിവസം കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ, ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാൻ സാധ്യമാകുമെന്ന് എനിക്കും നിങ്ങൾക്ക് ഉറപ്പില്ല. ഉള്ള സമയം നന്നായിട്ട് കരങ്ങൾ അടിച്ച് വിശ്വാസത്തോടെ സ്വരം ഉയർത്തി ഒന്ന് പാടി ആരാധിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ സന്നിധി ചോദിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ച്, ഈശോയെ നന്നായിട്ടൊന്ന് പാടാൻ, നന്നായിട്ടൊന്ന് കരടിക്കാൻ. നാളെ പറ്റുമോയെന്നറിയത്തില്ല. ഒരു ഞായറാഴ്ച ശുശ്രൂഷ ചെയ്ത സഹോദരൻ ഇന്ന് വെന്റിലേറ്റർ എടുത്താൽ മരിച്ചു പോകും. മക്കളെ പ്രാർത്ഥിച്ച്, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, മെഡിസിറ്റി ചെന്ന് ഒന്ന് കണ്ട് ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചിട്ട് പോലും അത് സാധിച്ചില്ല. കാരണം പ്രാർത്ഥിക്കാനായിട്ട് വൈദികർ അവിടെ കടന്നു ചെല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ അധികം പേരെ അവിടെ കടത്തിവിടത്തില്ല. മക്കളെ സാധ്യമാകുമെന്നുമില്ല, അറിയത്തില്ല. ഒരു പ്രാർത്ഥന നമുക്ക് കിട്ടുമോയെന്ന്, അല്ലെങ്കിൽ ഇത് പ്രാർത്ഥിക്കാൻ അവസരം ലഭിക്കുമോ എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. നമുക്കത് എഴുന്നേറ്റ് നിന്ന് നന്നായിട്ട് ഈശോ എന്ന് ആരാധിക്കും. നമ്മളിലേക്ക് രക്ഷ കടന്നു വന്നിരിക്കുക. ഇതാണ് സക്രിയ പ്രവാചകരിലോട് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത്. ആദ്യം മുതൽ തൻ്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അവിടുന്ന് അരുളി ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കൈകളിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാനും, നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവൃത്തിയാകുവാനും, നമ്മുടെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കുവാനും, ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകുവാനുമായിട്ടാണിത്. മുഴുവൻ സമയവും ദൈവത്തെ ശുശ്രൂഷിക്കുവാനുള്ള അഭിഷേകം തരാനായിട്ടാണ് യേശു പരിശുദ്ധ കുർബാനയായിട്ട് അപ്പത്തിൻ്റെ രൂപത്തിൽ മറഞ്ഞിരുന്ന് എൻ്റെ നിങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ഇടതടവില്ലാതെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ സ്വർഗീയമായ സാന്നിധ്യത്താൽ ഭൂതലത്തെ നിറയ്ക്കുവാനായിട്ടാണ് എന്നെയും നിങ്ങളെയും ഭൂമിയിലെ ദൈവമായ കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. സ്വരമുയർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അഭിഷേകം നിറയുന്ന, അഭിഷേകം നിറയുന്ന, അഭിഷേകം നിറയുന്ന, അഭിഷേകം നിറയുന്ന, അഭിഷേകം നിറയുന്നു. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. നാളെ ഉണ്ടോ എന്നറിയത്തില്ല കർത്താവേ. ഈ കാലഘട്ടം അങ്ങനെയാണ് കടന്നു പോകുന്നത്. ചെറിയവരും വലിയവരും ഒക്കെ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഞാനും നിങ്ങൾ കടന്നു പോകുമ്പോൾ ദീർഘായുസ്സോടെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം തിരുവചനത്തോട് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആഗ്രഹം സഫലമാകണമെങ്കിൽ, നിന്റെ ആയുസ്സുദ്ധിച്ച് നീ ലോകത്തോട് വിട പറയണമെങ്കിൽ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ സർവശക്തിയോടുകൂടി ആരാധിക്കണം. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേ, അഭിഷേകത്തോടെ ഈശോയേ, കണ്ണുനീരോടെ ഈശോയേ, കരമടിച്ച് പാടാം. നന്നായിട്ട് പാടിക്കും. ശക്തിയോടെ അബ്രഹാമിനെ പോൽ വിശ്വസിക്കണ, യോസഫിനെ പോൽ വിശ്വസ്തനത, മോശയെ പോൽ നയിക്കുക, ജോബിനെ പോൽ സഹിക്കുക. അബ്രഹാമിനെ പോൽ വിശ്വസിക്കണ,
യോസേപ്പിനെ പോൽ വിശ്വസ്തനാകാം. മോശയെ പോൽ നയിക്കുക നാം, ജോബിനെ പോൽ സഹിക്കുക നാം. ദൈവം എൻ്റെ ദൈവം, ദൈവം എൻ്റെ ദൈവം, ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട്. ദൈവം എൻ്റെ ദൈവം, ദൈവം എൻ്റെ ദൈവം, ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട്. ജോഷുവയെ പോൽ യുദ്ധം ചെയ്യുന്ന, നോഹയെ പോൽ പ്രവർത്തിക്കുന്ന, ദാവീദെ പോൽ പാടുക, സോളമനെ പോൽ ജ്ഞാനിയാകന. ജോഷുവയെ പോൽ യുദ്ധം ചെയ്യുന്ന, നോഹയെ പോൽ പ്രവർത്തിക്കുന്ന, ദാവീദെ പോൽ പാടുക, സോളമനെ പോൽ ജ്ഞാനിയാകന. ദൈവം എൻ്റെ ദൈവം, ദൈവം എൻ്റെ ദൈവം, ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട്. ദൈവം എൻ്റെ ദൈവം, ദൈവം എൻ്റെ ദൈവം, ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട്. ശക്തിയോടെ കരങ്ങളടിച്ച് ദൈവമായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. അഭിഷേകം നിറയട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. ദൈവിക കൃപ ഓരോ മകനിലും മകളിലും ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ പോലെ കൃപ നിറഞ്ഞവനായിട്ട് ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാൻ കർത്താവ് നോയമ്പും ഉപവാസവും പ്രാർത്ഥനയും പരിത്യാഗ പ്രവർത്തികളും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമേർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ, സമൂഹത്തെ അനുഗ്രഹിക്കണമേ, വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ദേശത്തെ അനുഗ്രഹിക്കണമേ, ഓരോ കൃഷിയിടങ്ങളെ അനുഗ്രഹിക്കണമേ, അധ്വാനത്തിന്റെ മേഖലകളെ അനുഗ്രഹിക്കണമേ. അനുഭവിക്കുവാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അധ്വാന ഫലം അനുഭവിക്കുവാൻ തടസ്സം നിൽക്കുന്ന സകല പാപ പൈശാചിക ബന്ധനങ്ങളും ഞങ്ങളിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രക്ഷകനായ യേശുവിനെ നമുക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ ഒന്ന് വിളിക്കാം. ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, കണ്ണുനീരോടെ വിളിച്ച് അധ്വാനത്തിന്റെ ഫലം കർത്താവെ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സമ്പത്തുണ്ട്, പക്ഷെ ഞങ്ങൾക്കൊന്നും അനുഭവിക്കാൻ സാധ്യമാകുന്നില്ല. അധ്വാന ഫലം കടന്നു വരുമ്പോ രോഗങ്ങളും തകർച്ചകളും അസ്വസ്ഥതകളും കർത്താവെ കടന്നു വരുന്നു. ഈ അസ്വസ്ഥതകളിൽ നിന്ന്, ഈ രോഗങ്ങളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, ഇല്ലായ്മകളിൽ നിന്ന്, പട്ടിണിയിൽ നിന്ന്, കർത്താവെ ദുരിതങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ അവിടുന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രക്ഷകനായ യേശുവിനെ വിളിക്കുന്നു. സകല ശത്രുക്കളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുവാനായിട്ട് സ്വർഗം വിട്ടിറങ്ങി വന്ന രക്ഷകനായ യേശുവിനെ വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച് ആദ്യം മുതൽ വിശുദ്ധരായ പ്രവാചകന്മാരുടെ അധരങ്ങളുടെ അവരുടെ നള്ളിച്ചതുപോലെ ശത്രുക്കളിൽ നിന്നും, നമ്മളെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനും നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവൃത്തിയാക്കുവാനും നമ്മുടെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കുവാനും ശത്രു കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകുവാനുമായിട്ടാണ് ഇത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ. എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ഈശോയെ. വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയെ. ഹൃദയോനെ പോൽ പൊരുതുക, ദാനിയേലിനെ പോൽ പ്രാർത്ഥിക്കുക, പൗലോസിനെ പോൽ കഷ്ടം സഹിക്കുക, യോഹന്നാൻ സാക്ഷ്യം ഓർക്കുക,
ഗിദയോനെ പോൽ പൊരുതുക നാം, ദാനിയേലെ പോൽ പ്രാർത്ഥിക്ക നാം, പൗലോസിനെ പോൽ കഷ്ടം സഹിക്കാം, യോഹന്നാൻ സാക്ഷ്യം ഓർക്കുക നാം. ദൈവം എൻ്റെ ദൈവം, ദൈവം എൻ്റെ ദൈവം, ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട്. ദൈവം എൻ്റെ ദൈവം, ദൈവം എൻ്റെ ദൈവം, ആമേൻ. ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട്. ദൈവം എൻ്റെ ദൈവം, ദൈവം എൻ്റെ ദൈവം, ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട്. ദൈവം എൻ്റെ ദൈവം, ദൈവം എൻ്റെ ദൈവം, ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട്. ദൈവം എൻ്റെ ദൈവം, ദൈവം എൻ്റെ ദൈവം, ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട്. ദൈവം എൻ്റെ ദൈവം, ദൈവം എൻ്റെ ദൈവം, ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട്. ദൈവം എൻ്റെ ദൈവം, ദൈവം എൻ്റെ ദൈവം, ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട്. ദൈവം എൻ്റെ ദൈവം, ദൈവം എൻ്റെ ദൈവം, എൻ്റെ ദൈവം, ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട്. കൂടെയുണ്ട്. ദൈവം എൻ്റെ ദൈവം, ദൈവം എൻ്റെ ദൈവം, എൻ്റെ ദൈവം, ദൈവം എല്ലാ നാളും എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട്. കൂടെയുണ്ട്. ദൈവം എൻ്റെ ദൈവം, ദൈവം എൻ്റെ ദൈവം, വിശ്വാസത്തോടെ ദൈവം എല്ലാ നാളും എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട്. കൂടെയുണ്ട്. ദൈവം എൻ്റെ ദൈവം, ദൈവം എൻ്റെ ദൈവം, ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കുന്നു. എല്ലാവരും ചേർന്ന് വിളിക്കുന്നു. അഭിഷേകത്തോടെ വിളിക്കുന്നു. നമുക്കൊരു സാക്ഷ്യം ശ്രദ്ധിക്കാം. എൻ്റെ പേര് മിനി, ഞാൻ അതിരമ്പുഴയിൽ നിന്ന് വരുന്നു. എൻ്റെ മകന് വേണ്ടിയാണ് സാക്ഷ്യം ഇടുന്നത്. മകന് വിദേശത്ത് ജോലിക്ക് പോകുവാൻ ഭയങ്കര തടസ്സം ആയിരുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. അപ്പോൾ ബ്രദർ പറഞ്ഞു 13 വെള്ളിയാഴ്ചയിൽ ഇവിടെ നടക്കുന്ന മുഴുവൻ ശുശ്രൂഷയിലും പങ്കെടുക്കാൻ പറഞ്ഞു. അങ്ങനെ വെള്ളിയാഴ്ച നടക്കുന്ന പരിശുദ്ധ കുർബാനയിലും അതിനുശേഷമുള്ള ദിവ്യകാരുണ്യ ആരാധനയിലും ജപമാലയിലൊക്കെ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ മകന് ജോലി ലഭിച്ചു എന്ന്, വിദേശത്ത് ജോലി കിട്ടിയെന്ന് ആ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. 13 ആഴ്ച തന്നെ ദൈവസ്ഥനെ സമർപ്പിച്ചുകൊണ്ട് വചനം കേൾക്കാനും ദൈവമായ കർത്താവിന് സന്നിധിയിൽ ബലി അർപ്പിച്ച് ദൈവമായ കർത്താവിനെ ആരാധിക്കുവാൻ തയ്യാറായപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ആ കുടുംബത്തിൽ ആ നിയോഗത്തിൻ്റെ മേൽ വെളിപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തി കരങ്ങൾ ഉയർത്തി നന്നായിട്ട് ആസ്വദിച്ച് ഇങ്ങനെയുള്ള നിയോഗങ്ങൾ സമർപ്പിക്കുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ എല്ലാ നിയോഗത്തിൻ്റെ മേലും ഇതുപോലെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം വിശ്വാസത്തോടെ മോശ കടന്നു ചെല്ലുമ്പോൾ മോശയെ വിശ്വസിച്ച് മോശ പറഞ്ഞ സ്ഥലത്ത് പോയി പാളയം അടിച്ച് ദൈവമായ കർത്താവിനോട് മോശയോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചെങ്കടൽ വിഭജിച്ച് ഇസ്രായേൽ ജനം മരുഭൂമിയിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ ചെങ്കടൽ മധ്യത്തിലൂടെ കർത്താവ് വഴിയൊരുക്കുക. മരുഭൂമി എന്നതുപോലെ കർത്താവ് ചെങ്കടലിൽ കർത്താവ് വഴിയൊരുക്കി. അതിലേക്ക് കടന്നു പോകുമ്പോൾ പുറകെ വരുന്ന ശത്രുവാണ്. വീണ്ടും അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുവാൻ, എന്നെ നിങ്ങളെയും കൊണ്ടുപോകുവാൻ ഒരു ശത്രു നമ്മൾക്ക് എതിരെ പിന്തുടരുന്നു എന്നാണ് പുറപ്പാട് പുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ആ ശത്രുവിനെയാണ് പിതാവായ ദൈവം ചെങ്കടലിൽ വച്ച് ഇല്ലായ്മ ചെയ്തത്.
നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. വഴി തുറക്കുന്ന ഒരു ദൈവം, ശത്രുവിനെ പരാജയപ്പെടുത്തുന്ന ഒരു ദൈവം, ശത്രുകരങ്ങളിൽ നിന്ന് വിമോചിപ്പിച്ചുകൊണ്ട് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് പ്രവേശിപ്പിക്കുവാനായിട്ട് 40 സംവത്സരം മരുഭൂമിയിൽ വെച്ച് പ്രാർത്ഥിക്കുവാൻ ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ച ദൈവം. ആ ഇസ്രായേൽ ജനം അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുകൊണ്ട് ദൈവമായ കർത്താവിനെ പിന്തുടരുന്ന ഇസ്രായേൽ ജനം പലപ്പോഴും ദൈവത്തോട് മത്സരിച്ചു എന്നാണ് പുറപ്പാട് പുസ്തകം നമ്മളെ ഓർമ്മപ്പെടുന്നത്. മത്സരിച്ചു, അവർ ദൈവത്തോട് മറുതലിച്ചു. ഞാനും നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്. അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ദേവാലയത്തിൽ വരും. അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ സാക്ഷി ജീവിതത്തിൽ നിന്ന് വീണ്ടും തിരികെ ലോകത്തിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. മക്കളെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് വിദേശങ്ങളിലേക്ക് കടന്നു പോകും. പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ചൈതന്യത്തിൽ കടന്നു പോകുന്ന ഒരു ദൈവം ഇതില് വിദേശത്ത് ചെല്ലുമ്പോ ദൈവപ്രമാണങ്ങളും കൽപ്പനകളും നിരസിക്കുമ്പോ ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്നത് അറിയില്ല. ആ നഷ്ടപ്പെട്ടു പോകുമ്പോ, ദൈവ ചൈതന്യം നഷ്ടപ്പെട്ടു പോകുമ്പോ വലിയ ദുഃഖത്തിലേക്ക്, വലിയ കണ്ണുനീരിലേക്ക്, വലിയ പ്രയാസങ്ങളിലേക്ക്, വലിയ വിഷമതകളിലൂടെ കടന്നു പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. കർത്താവ് കൊണ്ടുപോകും മക്കളെ. പക്ഷെ കർത്താവ് പറയുന്ന ഒരു കാര്യം, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് വസിക്കണമെങ്കിൽ ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. അത് എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കണം. രാവും പകലും അതിനെക്കുറിച്ച് ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും, ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിലൂടെ കർത്താവ് ഓർമ്മപ്പെടുത്തുകയും, മോശയിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന കൽപ്പനകളിൽ നിന്ന് ഇടം വലം വ്യതിചലിച്ചത് അതിലെഴുതിയിരിക്കുന്ന എല്ലാം നീ പാലിക്കണം. കർത്താവ് ഓർമ്മപ്പെടുത്തുകയും, നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ, നിനക്ക് ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ നീ നീതിയോടെ ഈ ദൈവസന്നിധിയിൽ വ്യാപരിക്കണം. നിന്റെ പ്രവൃത്തിയെല്ലാം നീതി നിറഞ്ഞതായിരിക്കണം. ദൈവത്തിൻ്റെ നീതിക്കനുസൃതമായിട്ടുള്ള പ്രവൃത്തിയായിരിക്കണം. ദൈവവചനത്തിനനുസൃതമായിട്ടുള്ള പ്രവൃത്തിയായിരിക്കണം. കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തും. നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, ഈശോയെ എന്നെ അനുഗ്രഹിക്കണേ, എന്നെ അഭിഷേകം ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ച്, സഹോദരി മറ്റൊരു സാക്ഷിയോടും, സഹോദരിയുടെ യൂട്രസ് സംബന്ധമായ ഒരു രോഗാവസ്ഥ ഉണ്ടെന്ന് ഡോക്ടർമാർ സംശയിച്ചു. ആ സംശയത്തിനടുത്ത് ഒരു പെയിൻ ഉണ്ട്, ശരീരത്തിലൊരു പെയിൻ ഉണ്ടായിരുന്ന സഹോദരി പറയുന്നു. ഗർഭപാത്ര രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്ന ഒരു വേദനയുടെ ഒരവസ്ഥ ശരീരത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ആ പ്രോബ്ലം മാറിക്കിട്ടുവാനും എന്തെങ്കിലും സർജറിയോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞായറാഴ്ചയിൽ നടന്ന ആരാധനയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. മൺഡേയിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലാന്ന് പറയുകയും അങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ദൈവമായ കർത്താവ് അന്ന് കരഞ്ഞുള്ള പ്രാർത്ഥനയിലൂടെ മോചനം കൊടുത്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് രോഗാവസ്ഥ കർത്താവ് ഏറ്റെടുക്കുന്നുണ്ട്. വിശ്വാസത്തോടെ അഭിവൃദ്ധി കൊടുത്തുകൊണ്ട് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വലിയൊരു ചൈതന്യം ഈ പരിശുദ്ധമായ ആലയത്തിനുള്ളിൽ നിലകൊള്ളുന്നുണ്ട്. ആ ചൈതന്യത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ ചൈതന്യത്തിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുകയാണ്. വിശ്വാസത്തോടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്വരമൊന്നുയർത്തി ഇസ്രായേൽ ദൈവമായ കർത്താവിനെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് പ്രവേശിക്കപ്പെട്ട ഇസ്രായേൽ ദൈവമായ കർത്താവിനെ ആരാധിച്ചപ്പോൾ ദൈവം കൊടുത്ത ആ വലിയൊരു അഭിഷേകം പിന്നെ ദൈവമായ കർത്താവിൻ്റെ വചനമനുസരിച്ചുകൊണ്ട്, കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട്, പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് നീ ദൈവമായ കർത്താവിൻ്റെ സന്നദ്ധയിൽ വ്യാപരിക്കുവാനും കർത്താവിൻ്റെ സന്നദ്ധയിൽ നീ ആയിരിക്കുമ്പോൾ നീ ദൈവമായ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കണമെന്നും കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് ജോഷുവയുടെ പുസ്തകത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കേട്ടിരിക്കുന്ന വചനങ്ങളാണ്. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, ഈശോയെ ഞാൻ ആയിരിക്കുന്നിടത്ത്, എൻ്റെ കുടുംബത്തിൽ, ഞാൻ വസിക്കുന്നിടത്ത്, ഞാൻ അധ്വാനിക്കുന്ന മേഖലയിൽ എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
വിശ്വാസത്തോടെ എൻ്റെ പ്രവർത്തികളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ അധ്വാന ഫലം ചൂടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അധ്വാന ഫലം എനിക്ക് അനുഭവിക്കുവാൻ കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ദൈവമായ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ സ്തുതിക്കാം. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ചെങ്കട കടത്തിയ അതേ ദൈവം തന്നെ, ചെങ്കടൽ മധ്യത്തിൽ വെച്ച് ശത്രു സൈന്യത്തെ ഇല്ലായ്മ ചെയ്ത അതേ ദൈവം തന്നെ, മരുഭൂമിയിൽ മന്ന കൊടുത്ത അതേ ദൈവം തന്നെ നമ്മുടെ കൂടെ ആയിരിക്കുക. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. മാറായില് കയ്പ് നിറഞ്ഞ ജീവിതാവസ്ഥയെ മാധുര്യമുള്ള ജീവിതമാക്കി മാറ്റിയ തമ്പുരാന്റെ കാരുണ്യമാണ് കാൽവരിയില് തടിക്കഷ്ണത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന നിത്യജീവന്റെ അഭിഷേകം. അത് വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് നിത്യജീവന്റെ അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. ഞാൻ ഈ ഭൂമിയിൽ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന ഈ ലോക ജീവിത കാലഘട്ടം മുഴുവൻ അനുഗ്രഹത്തോടെ അഭിഷേകത്തോടെ ജീവിക്കുവാൻ എനിക്ക് സ്വർഗീയ കൃപ നൽകി, സ്വർഗീയ സാന്നിധ്യം നൽകി, സ്വർഗീയ ശക്തി നൽകി. എന്നെ സമ്പന്നനാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കുന്നു. എല്ലാവരും ചേർന്ന് വിളിക്കുന്നു. അഭിഷേകത്തോട് വിളിക്കുന്നു. മടിച്ച് പാടി പ്രാർത്ഥിക്കാം. നന്നായിട്ട് ആരാധിച്ചു. മിശ്രമീനെ കാണുകയില്ല, വന്ന കഷ്ടമീനെ വരികയില്ല. ഇന്ന് കണ്ട മിശ്രമീനെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമീനെ വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. എന്റെ കാലുകൾ ഇടറുകില്ല, എന്റെ കാലുകൾ ഇടറുകില്ല. ശക്തിയോടെ ഇന്ന് കണ്ട മിശ്രമീനെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമീനെ വരികയില്ല. ഇന്ന് കണ്ട മിശ്രമീനെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമീനെ വരികയില്ല. ചെങ്കടൽ പിളർന്നു വഴി നടത്തും, ജോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴി നടത്തും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. എരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ നീ ആർപ്പിടുമ്പോൾ. എരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ നീ ആർപ്പിടുമ്പോൾ. ഇന്ന് കണ്ട മിശ്രമീനെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമീനെ വരികയില്ല. ഇന്ന് കണ്ട മിശ്രമീനെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമീനെ വരികയില്ല. ശക്തിയോടെ അഭിഷേകത്തോടെ എൻ്റെ ജീവിതത്തിന്റെ മുൻപിൽ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും കർത്താവ് നീക്കിക്കളയുകയും മലകൾ നിരപ്പാക്കും, വിച്ഛലവാതിലൊടിക്കും, ഇരുമ്പാടാമ്പലുകളെ തകർക്കും. നിന്നെ പേര് ചൊല്ലി വിളിച്ച ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാര നിധിയും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരുമെന്ന് യെശയ്യാ 45:2 വചനത്തിലൂടെ അവിടെ നള്ളിച്ചതുണ്ട്. അന്ധകാര നിധിയും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരുമെന്ന് ദൈവം ഉറപ്പ് നൽകിയിട്ടുണ്ട്. കരമുയർത്തി ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കുന്നു. അഭിഷേകത്തോടെ വിളിക്കുന്നു, ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കുന്നു, അത്യുന്നതനായ ദൈവത്തെ വിളിക്കുന്നു, സർവശക്തനായ ദൈവത്തെ വിളിക്കുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ വിളിക്കുന്നു, അബ്രാഹത്തിന്റെ ദൈവത്തെ വിളിക്കുന്നു, ഇസ്ഹാക്കിന്റെ ദൈവത്തെ വിളിക്കുന്നു, യാക്കോബിന്റെ ദൈവത്തെ വിളിക്കുന്നു, ജോസഫിന്റെ ദൈവത്തെ വിളിക്കുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ വിളിക്കുന്നു. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ആ വിചാരം യാക്കോബിനു പാലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആ വിചാരം യാക്കോബിനു പാലിക്കയില്ല,
ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ശക്തിയോടെ ആ വിചാരം യാക്കോബിന് ഫലിക്കയില്ല. ചേർന്ന് പാടിക്കേ. ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആ വിചാരം യാക്കോബിന് ഫലിക്കയില്ല. ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല. ഇന്ന് വന്ന കഷ്ടമിനി വരികയില്ല. ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല. ഇന്ന് വന്ന കഷ്ടമിനി വരികയില്ല. മലകൾ മെതിച്ചു നുറുക്കുമവൻ, കുന്നുകൾ തകർത്തു മാറ്റുമവൻ. മലകൾ മെതിച്ചു നുറുക്കുമവൻ, കുന്നുകൾ തകർത്തു മാറ്റുമവൻ. സൈന്യത്തിൻ നായകൻ നിൻ കൂടിരിക്കുമ്പോൾ മനുഷ്യശക്തി നിന്നെ തൊടുകയില്ല. സൈന്യത്തിൻ നായകൻ നിൻ കൂടിരിക്കുമ്പോൾ മനുഷ്യശക്തി നിന്നെ തൊടുകയില്ല. ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല. ഇന്ന് വന്ന കഷ്ടമിനി വരികയില്ല. ശക്തിയോടെ ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല. ഇന്ന് വന്ന കഷ്ടമിനി വരികയില്ല. പാത നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. പാത നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല. ഇന്ന് വന്ന കഷ്ടമിനി വരികയില്ല. ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല. ഇന്ന് വന്ന കഷ്ടമിനി വരികയില്ല. പാത നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. പാത നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല. ഇന്ന് വന്ന കഷ്ടമിനി വരികയില്ല. ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല. ഇന്ന് വന്ന കഷ്ടമിനി വരികയില്ല. പാത നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. പാത നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. ഈശോയെ വിളിക്കുന്നു. അഭിഷേകത്തോടെ വിളിക്കുന്നു. ഈശോയെ എല്ലാവരും ചേർന്ന് വിളിക്കുന്നു. ഈശോയെ രക്ഷകനായ യേശുവിനെ വിളിക്കുന്നു. ഈശോയെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ യേശുവിനെ വിളിക്കുന്നു. ഈശോയെ മഹോദരരോഗിയെ സുഖപ്പെടുത്തിയ യേശുവിനെ വിളിക്കുന്നു. ഈശോയെ കൈശോഷിച്ച മകനെ സുഖപ്പെടുത്തിയ യേശുവിനെ വിളിക്കുന്നു. ഈശോയെ ബാലികയെ ഉയർപ്പിച്ച യേശുവിനെ വിളിക്കുന്നു. ഈശോയെ സദാധിപന്റെ വൃദ്ധന് സുഖം കൊടുത്ത യേശുവിനെ വിളിക്കുന്നു. ഈശോയെ മരിച്ച ലാസറിനെ ഉയർപ്പിച്ച യേശുവിനെ വിളിക്കുന്നു. ഈശോയെ വിശ്വാസത്തോടെ വിളിക്കുന്നു. ഈശോയെ അഭിഷേകത്തോടെ വിളിക്കുന്നു. ഈശോയെ ആത്മാവിന്റെ നിറവിൽ വിളിക്കുന്നു. ഈശോയെ അത്യുന്നതനായ ദൈവത്തെ വിളിക്കുന്നു. ഈശോയെ സർവശക്തനായ ദൈവത്തെ വിളിക്കുന്നു. ഈശോയെ നമുക്ക് മുട്ടുമേലാകാം. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവം തരുന്ന അനുഗ്രഹങ്ങൾക്ക് ഹൃദയപൂർവ്വം നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവം അങ്ങ് തരുന്ന എല്ലാ ദാനങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുകയും ഇന്നോളം നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ ദൈവസ്ഥാനത്തിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ഓരോ ശുശ്രൂഷയും ഓർത്ത് കർത്താവെ അങ്ങയെ മഹത്വപ്പെടുത്തുകയും അങ്ങ് ദാനമായി തരുന്ന ഓരോ ശുശ്രൂഷകളെയും ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് ശുശ്രൂഷിക്കാനുള്ള അവസരം കർത്താവ് തരികയാണ്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കൂടുതൽ തീക്ഷ്ണതയോടെ നമ്മൾ ഒരുമിച്ച് കൂടുന്ന കർത്താവിനെ ശുശ്രൂഷിക്കുവാനോ ആരാധിക്കുവാനോ സ്തുതിക്കാനോ മഹത്വപ്പെടുത്തുവാനോ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ബലി അനുസ്മരിക്കാനോ നമ്മൾ കടന്നു വന്നിരിക്കും. കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ, സ്വരം ഒന്ന് കേൾക്കാൻ, ദൈവം എന്താണ് പറയുന്നതെന്ന് കേൾക്കാനായിട്ട് നമ്മൾ വന്നേ. ആ കേൾവിയിലൂടെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുക, ആത്മാവ് നമ്മളിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ്. ഇരു കാലുകളിലും കർത്താവ് നമ്മളെ ഉറച്ചു നിൽക്കുവാൻ കൃപ നൽകുകയാണ്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വെട്ടിക്കളെ അവിടുന്ന് ശാസിക്കുക, കൃഷിയിടങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുക, മക്കളെ അനുഗ്രഹിക്കുക, കന്നുകാലികളെയും അധ്വാന ഫലത്തെയും കർത്താവ് അനുഗ്രഹിക്കുക. ഒരു പുതിയ അഭിഷേകം നൽകി അവിടെ നമ്മളെ ഓരോ നിമിഷങ്ങളിലും സമ്പന്നരാക്കുകയാണ്. ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഈശോയെ തീഷ്ണതയോടെ വരാനായിട്ട്, നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട്, വിശുദ്ധീകരിക്കപ്പെട്ട് വരാനായിട്ട്, പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട്, ഓരോ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ,
നാളെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വിശുദ്ധീകരിക്കപ്പെടാതെ ഒരിക്കലും അത്ഭുതം ഉണ്ടാകത്തില്ല. അനുദപിക്കാതെ ഒരിക്കലും അനുഗ്രഹം കടന്നു വരത്തില്ല. ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് പത്രോസ് എന്നും വിങ്ങിപ്പൊട്ടുമായിരുന്നു. യേശുവിനെ തള്ളിപ്പറഞ്ഞ നിമിഷം, എനിക്ക് അവിടുത്തെ അറിയത്തില്ല, അവിടുന്ന് മുന്നറിയിപ്പ് കൊടുത്ത. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങൾ ഒത്തിരിയേറെ മുന്നറിയിപ്പ് കിട്ടിയവരാ. പലപ്പോഴും നമ്മൾ തള്ളിപ്പറയുന്നുണ്ട്. പത്രോസിനെ പോലെ വിങ്ങിപ്പൊട്ടുന്നവരായിട്ട് മാറാൻ, ദൈവമേ ഞാനൊരു പാപിയാണ്, നിന്റെ സന്നദ്ധിയിൽ നിൽക്കുവാൻ പോലും യോഗ്യതയില്ല, പക്ഷെ നിന്റെ കാരുണ്യം എത്ര വലുതാണ്. പാപങ്ങളെ ഒന്നും വകവെക്കാതെ ആ പാപങ്ങളിലേക്ക് ഇറങ്ങി വന്ന്, ആ കാലിത്തൊഴുത്തിലേക്ക് ഇറങ്ങി വന്ന്, ആ കാലിത്തൊഴുത്തിനെ വിശുദ്ധീകരിച്ച് സ്വർഗതുല്യമാക്കി മാറ്റിയ തമ്പുരാന്റെ സ്നേഹമാണ് എന്നിലേക്കും നിങ്ങളിലേക്കും കടന്നു വരുന്നത്. ഓരോ കാലിത്തൊഴുത്തുമാണ് ഞാനും നിങ്ങളുമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ അശുദ്ധമായ സ്ഥലത്തേക്ക് ഇറങ്ങി വന്ന് അത് സ്വർഗീയമാക്കി മാറ്റുന്ന തമ്പുരാന്റെ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ കാൽവരിയില് മരക്കുരിശിൽ നമുക്ക് വേണ്ടി അവിടുന്ന് ബലിയായി തീർന്നുകൊണ്ട് ആ മഹത്വത്തിന്റെ ശരീരം നമുക്ക് നൽകിക്കൊണ്ട് പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യമാക്കി നമ്മളെ മാറ്റുന്ന തമ്പുരാന്റെ സ്നേഹമാണ് അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. പ്രവാചകന്മാരുടെ മുഴുവൻ അരുളി ചെയ്ത് ഈ രക്ഷ ഭൂമിയിലേക്ക് കടന്നു വരുന്നതെന്ന് മക്കളെ പ്രാർത്ഥിച്ച് പുത്രനിലൂടെ സംസാരിച്ചു ദൈവം, തന്റെ ശിഷ്യന്മാരിലൂടെ സംസാരിച്ചു ദൈവം. ഇന്ന് സഭയിലൂടെ ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുക. പ്രിയ ദൈവജനമേ, ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ഈ കാലിത്തൊഴുത്തിലേക്ക് ഇറങ്ങി വന്നവൻ, ഞാനാകുന്ന കാലിത്തൊഴുത്തിലേക്ക് ഇറങ്ങി വന്ന് ആ കാലിത്തൊഴുത്തിനെ സ്വർഗീയമാക്കി മാറ്റുമ്പോ അനേകര് രാജാക്കന്മാർ പോലും എന്നെ സന്ദർശിക്കുമെന്ന് തിരുവചനം നമുക്ക് ഉറപ്പു തരുന്നുണ്ട്. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ ആ സ്നേഹം പെയ്തിറങ്ങുന്നുണ്ട്. കരമുയർത്തി വിശ്വാസത്തോടെ മക്കള് സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ, ഒത്തിരി സ്നേഹത്തോടെ വിളിക്കാമോ? ഈശോയേ. കർത്താവിന്റെ സ്നേഹം നമ്മളിലേക്ക് കടന്നു വരികയാണ്. പറയുക, മണവാളൻ മണവാട്ടിയെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുവാൻ ഈശോ അങ്ങനെ നമ്മെ സ്നേഹിക്കുന്നു. മണവാളൻ മണവാട്ടിയെ സ്നേഹിക്കുന്നത് പോലെ ഈശോ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കും. മണവാട്ടി മണവാളനെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങൾ സ്നേഹിക്കുമ്പോൾ ആ ദൈവത്തിന്റെ സന്തോഷത്തില് സമാധാനത്തില് നിലനിൽക്കുവാൻ സാധിക്കുമെന്നാണ് പ്രവാചക ഗ്രന്ഥത്തിലൂടെ നമ്മൾ കേട്ടത്. യെശയ്യാ പ്രവചിച്ചു അത് തന്നെയാണ്. ആ രക്ഷ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന് പ്രവാചകനായ യേശയ്യയിലൂടെ കർത്താവ് മുന്നറിയിപ്പ് തരികയും, പ്രവാചകന്മാർ കാണാൻ ആഗ്രഹിച്ചു, അവർ കേൾക്കാൻ ആഗ്രഹിച്ചു, ഒന്ന് തൊട്ടു നോക്കാൻ ആഗ്രഹിച്ചു എങ്കിൽ അവർക്ക് സാധിക്കാത്തത് ഇന്ന് നമുക്ക് സാധ്യമാണെന്ന് സുവിശേഷം നമുക്ക് ഉറപ്പ് തരികയാണ്. മക്കളെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് അനുതാപത്തോടെ ദൈവസ്ഥാനത്തിൽ വ്യാപരിച്ച് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് ഈ കാലിത്തൊഴുത്തിലേക്ക് ഈശോ വരുന്നു. ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും ഈ കാലിത്തൊഴുത്തിനെ സ്വർഗീയമാക്കി മാറ്റുവാനാ ദൈവം വന്നിരിക്കുന്നത്. അശുദ്ധമായതിനെ വിശുദ്ധമാക്കുവാനാണ് യേശു സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഈശോയെ, ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും കടന്നു പോകുന്ന ഈ 25 ദിനരാത്രങ്ങള് അത് സ്വർഗീയമാക്കി എൻ്റെ ശരീരത്തെ മാറ്റുവാനായിട്ട് ഞാൻ ഈ ത്യാഗപ്രവർത്തിലൂടെ കടന്നു പോകുന്നതെന്ന് ഈശോന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഈശോയെ, ഈ ശരീരത്തെ മഹത്വത്തിന്റെ സാന്നിധ്യമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു. ഓരോരുത്തരും സ്വർഗീയമാക്കി ഈ ശരീരത്തെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു. ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ ഈശോയെ. ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ഈ ശുശ്രൂഷയെ ഈശോ അനുഗ്രഹിക്കണമേ. ശുശ്രൂഷയെ ഞങ്ങളെ ഓരോരുത്തരെയും, പാപികളും ബലഹീനരുമായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഞങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് നിങ്ങളുടെ ദേവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ ശുശ്രൂഷ അവിടെ പള്ളിപ്പുറം പള്ളിയിൽ, സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിൽ നമ്മുടെ ശുശ്രൂഷ നടക്കുന്നുണ്ട്. ഈ മാസം 12-ാം തീയതി അവിടെ 40 മണി ആരാധന നടക്കുകയാണ്. ആ 40 മണി ആരാധനയുടെ അവസാന ശുശ്രൂഷ, 12-ാം തീയതി ശുശ്രൂഷ, തിരുമണിക്കൂർ ആരാധന നമ്മൾ തന്നെയാണ് ഇവിടെ ഈ കൂട്ടായ്മയാണ് ലീഡ് ചെയ്യുന്നത്. ഇവിടെ എന്നെ നിങ്ങളെ സമർപ്പിച്ച ദിവസനെ പ്രാർത്ഥിക്കണം. അതുപോലെ അതിനുശേഷമുള്ള
12-ാം തീയതി ആഴ്ച ഗ്യാപ്പ്, അതിനുശേഷമുള്ള ആഴ്ചകളിൽ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ അവിടെ ഒരു ധ്യാനം നടക്കുന്നുണ്ട്. നമ്മുടെ ഒരു ധ്യാന ശുശ്രൂഷ പള്ളിപ്പുറം പള്ളിയിൽ നടക്കുന്നുണ്ട്. ആ ശുശ്രൂഷയെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ കർത്താവിൻ്റെ സാന്നിധ്യം ഈ ആലയത്തിൽ പെയ്തിറങ്ങുന്നത് പോലെ കർത്താവെ ഞങ്ങൾ ശുശ്രൂഷിക്കുവാനായിട്ട് അവിടെ നിയോഗിക്കപ്പെട്ട സ്ഥലങ്ങളിൽ വിശുദ്ധ ചാവറപിതാവിൻ്റെ മധ്യസ്ഥയിലൂടെ വലിയൊരഭിഷേകം പെയ്തിറങ്ങുവാനും അനേകം മക്കൾ ഈ ശുശ്രൂഷയിലൂടെ മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന് ദൈവരാജ്യ അനുഭവത്തിലേക്ക് ദൈവിക ശുശ്രൂഷകരായിട്ട് രൂപാന്തരപ്പെടുവാനുള്ള അത്യുന്നതനായ ദൈവത്തിൻ്റെ കാരുണ്യം കർത്താവെ അവിടെ ദേവാലയത്തിൽ നടക്കുന്ന ശുശ്രൂഷയിലൂടെ അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് യാചനാപൂർവ്വം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഈ ശുശ്രൂഷയെ സമർപ്പിച്ചുകൊണ്ട് ദൈവാത്മാവ് നയിക്കപ്പെടുന്ന ദേവാലയങ്ങളിലോ നടക്കപ്പെടുന്ന ശുശ്രൂഷകളിലെല്ലാം ദൈവമഹത്വം വെളിപ്പെടുവാനായിട്ടും പാപികളും അയോഗ്യരുമായിരിക്കുന്ന ഈ ദാസരുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഈ ശുശ്രൂഷയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ, വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയേ, അഭിഷേകത്തോടെ വിളിക്കാമോ? ഈശോയേ, ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കാമോ? ഈശോയേ. തിരുരക്താഭിഷേക പ്രാർത്ഥന. പിതാവായ ദൈവമേ, അടുത്ത തിരുക്കുമാരൻ്റെ വിലതിരാത്ത രക്തത്തിന് ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ ശക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ആ അമൂല്യമായ തിരുരക്തം കൊണ്ട് എന്നെയും എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും ആത്മാവിനെയും എനിക്കുള്ളതെല്ലാം എന്നെ മുഴുവനെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ ചാർച്ചക്കാരെയും എൻ്റെ ഇടവകയെയും ചുറ്റുപാടുള്ള എല്ലാ മക്കളെയും ഈ ഞങ്ങളുടെ ഭവനങ്ങളെയും ഈ സ്ഥാപനത്തെ ഇതിൻ്റെ പരിസരങ്ങളെയും ഞാൻ അഭിഷേകം ചെയ്യുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ, ഞങ്ങളിൽ കരുണ തോന്നണമേ. ഞങ്ങളെ വിശുദ്ധീകരിച്ച് പുതിയ വ്യക്തികളാക്കി രൂപാന്തരപ്പെടുത്തണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായ ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ നിയമങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളുടെയും ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന തമ്പുരാന്റെ അനന്തമായ കാരുണ്യത്തെ, ദിവ്യ കാരുണ്യത്തെ ഈശോയെ എന്ന് വിളിച്ച് ഈശോ അനുഗ്രഹിക്കണമേ. രോഗികളായിരിക്കുന്നവരുണ്ട്, കർത്താവെ അനുഗ്രഹിക്കണമേ. അതുപോലെ ജോലി സാധ്യതയ്ക്ക് വേണ്ടി കർത്താവെ ഞങ്ങളുടെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തിയിരിക്കുന്നവരുണ്ട്, അവരെ അനുഗ്രഹിക്കണമേ ഈശോയെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുണ്ട്, അവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ വിവാഹത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്, അവരെ അനുഗ്രഹിക്കണേ ഈശോയെ, അനുഗ്രഹിക്കണമേ. വസ്തുവകൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ആ കടബാധ്യതകളിൽ നിന്ന് മോചിപ്പിക്കണേ ഈശോയെ, കരുണയായിരിക്കണേ ഈശോയെ. ഭവനമില്ലാത്തവരുണ്ട്, പുതിയ ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവെ നിരവധിയായ ആഗ്രഹങ്ങൾ, വലിയ കടബാധ്യതയിൽ അകപ്പെട്ടു പോയിരിക്കുന്നവര്, ഇവരെല്ലാം കർത്താവെ അവിടെ നിന്ന് കാണുന്നുണ്ടല്ലോ. രോഗികളെ അവിടെ നിന്ന് അറിയുന്നുണ്ടല്ലോ. വെന്റിലേറ്ററിൽ കിടക്കുന്നവര്, രോഗികളായിരിക്കുന്നവര്, കർത്താവെ ഹോസ്പിറ്റലിൽ കഴിയുന്നവര്, ഭവനങ്ങളിൽ കഴിയുന്നവര്, വാർദ്ധക്യ സഹജമായ രോഗങ്ങളിൽ കഴിയുന്നവര്, നിരവധിയായ മക്കള് ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലോ വേദനയിലായിരിക്കുന്നുണ്ട്. കർത്താവെ ഇവിടെ ആയിരിക്കുന്ന മക്കളുടെ യാചനകള്, പ്രാർത്ഥനകൾ സ്വീകരിച്ചുകൊണ്ട് എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇവിടുന്ന് കടന്നു പോകുന്ന ഓരോ മക്കളെയും ഭവനങ്ങളെയും യാത്രകളെയും അവിടുന്ന് സുരക്ഷിതമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ഈശോയെ എന്ന് വിളിച്ച് സഞ്ചരിക്കുന്ന വാഹനങ്ങളെ അവിടുന്ന് മുദ്രയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈശോയുടെ ശരീര രക്തത്താൽ മുദ്രിതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, യേശുവിന്റെ രക്തത്താൽ വാഹനങ്ങൾ മുദ്രിതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കടന്നു പോകുന്ന വഴികളെല്ലാം മുദ്ര ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വിശ്വാസത്തോടെ പരിശുദ്ധ ദൂതന്മാരെ അവിടുന്ന് അയക്കണമേ എന്ന് പിതാവായ ദൈവത്തോട്
പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അവിടുത്തെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്, ഞങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക്, അധ്വാന മേഖലയിലേക്ക്, ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ ആത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ. ത്രിത്വൈക ദൈവത്തെ നമുക്ക് ശിരസ്സ് നമിച്ച് ആരാധിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഇവിടെ ഒരു അറിയിപ്പുണ്ട്. ആശ്രമത്തോടനുബന്ധിച്ചുള്ള വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ആർക്കൈവ്സ് ആൻഡ് റിസർച്ച് സെൻ്ററിന് സംഘടിപ്പിക്കുന്ന ഐക്കണുകളെക്കുറിച്ചുള്ള സെമിനാറിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അടുത്ത ശനിയാഴ്ച 14/12/2024 അങ്ങനെയൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട്. നിത്യസഹായ മാതാവിൻ്റെ ചിത്രം ഐക്കണാണ്. ഇതിനടങ്ങിയിരിക്കുന്ന ദൈവിക ചൈതന്യത്തെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ ഏവരെയും ആ ക്ലാസ്സിലേക്ക്, ആ സെമിനാറിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. കന്യകമേരിയമ്മേ, കാവൽ മലകമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരയകറ്റിടണേ, സാത്താനെ ദൂരയകറ്റിടണേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ മരിയ, ആവേ മരിയ കന്യകമേരിയമ്മേ, ആവേ മരിയ, ആവേ മരിയ കന്യകമേരിയമ്മേ, ആവേ മരിയ, ആവേ മരിയ കന്യകമേരിയമ്മേ, ആവേ മരിയ, ആവേ മരിയ കന്യകമേരിയമ്മേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ.